ഇനി ക്ലാസ്സിലേക്ക് പോകാം. പിന്നെ കഴിഞ്ഞ ആഴ്ച എടുത്ത ഭാഗം മുതൽ ഇങ്ങനെ പറഞ്ഞു പോകാം. മദ് ലാസിം എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ മദ് ലാസിം, മദ് ഫറയിലെ ഒരു മദ്ദാണ് മദ് ലാസിം അല്ലേ. മദ് ഫറൈ എന്ന് പറയുന്നത് മദ്ദക്ഷരങ്ങളായ അലിഫ്, യാ, വാവ് എന്നിവയ്ക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ അവിടെ ഒരു മദ് സംഭവിക്കും. ആ മദ്ദിന് പറയുന്ന പേരാണ് മദ്ദുൽ ഫറൈ എന്ന് പറയുന്നത്. ശാഖകളുള്ളത് എന്ന് പറയാം, അല്ലെങ്കിൽ സാധാരണ മദ് എന്നൊക്കെ നമ്മൾ പറയും. ശാഖകളുണ്ട്, വ്യത്യസ്ത ശാഖകളുണ്ട്. അത് കാരണം ഹംസ കാരണം സംഭവിക്കുന്ന 3 എണ്ണം ഉണ്ട്. ഷദ് സുക്കൂന് കാരണം സംഭവിക്കുന്ന വേറെ കുറേ മദ്ദുകളുണ്ട്. അപ്പോൾ ഒരുപാട് ശാഖകളുള്ള മദ്ദിൽപ്പെട്ടതാണ് മദ് ഫറൈ അല്ലേ. അപ്പം അതിൽ ഹംസ കാരണം സംഭവിക്കുന്ന മദ് അല്ലേ, ഹംസ കാരണം സംഭവിക്കുന്ന ഒരു മദ് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? മദ് മുത്തസിൽ അല്ലേ, മദ് മുത്തസിൽ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. ഇതെങ്ങനെ പാരായണം ചെയ്യുക? ഓക്കെ, ഈ മദ് മുത്തസിൽ വാജിബ് അർബ ഹംസ ഹറക്കാത്ത്. ഓക്കെ, മദ് മുത്തസിൽ വാജിബ് അർബ ഹംസ ഹറക്കാത്ത്. ഓക്കെ, പിന്നൊന്ന് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഹംസ കാരണം മദ് മുൻഫസിൽ. മദ് മുൻഫസിലിന് ഒരു ഉദാഹരണമാണ്. എങ്ങനെ അത് വായിക്കുക? ഓക്കെ, അപ്പോൾ അലിഫ് മദ് മുൻഫസിൽ ഓക്കെ, അലിഫ് മദ് മുൻഫസിൽ ജായിസ് ഇസ്നാൻ അർബ ഹംസ ഹറക്കാത്ത്. ഓക്കെ, പിന്നൊന്നും നമ്മൾ പഠിച്ചിരുന്നല്ലോ, അതേതായിരുന്നു ഹംസ കാരണം സംഭവിക്കുന്നത്? സില കുബറ അല്ലേ. ഇതെങ്ങനെ പാരായണം ചെയ്യാം? അത് വരുമ്പോഴല്ലേ ഹാലോമിർ വരുമ്പോ അത് മുൻഫസിലിനെ പോലെ അത് രണ്ടോ നാലോ അഞ്ചോ ഹർക്കത്ത്. സെയിം മുൻഫസിലിന്റെ അതേ നെയിമാണ് നമുക്ക് പറയാം. സില കുബറ ജായിസ് ഇസ്നാൻ അർബ ഹംസ ഹറക്കാത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം മദ് പിന്നെ സില സംഭവിക്കുന്നിടത്ത് സംഭവിക്കുന്ന സില കുബറ, സില സുഹറ ഉണ്ട്, കുബറ ഉണ്ട്. ഇവിടെ ഹംസ കാരണം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുബറ വലിയ മദ്ദാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ 3 മദ്ദുകൾ നമ്മൾ പഠിച്ചു. അതായത് മദ് ഫറയിൽ ഹംസ കാരണം സംഭവിക്കുന്ന 3 മദ്ദുകളാണ് മുത്തസിൽ, മുൻഫസിൽ, സില, കുബറ. ഇങ്ങനെ 3 എണ്ണം പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ ഈ എങ്ങനെയാണ് സില കുബറയിൽ എത്ര? സില 2, 4, 5 ആണോ? 2, 4, 5 സെയിം മുൻഫസിലിന്റെ അതേ പിന്നെ ഹുക്മുകളാണ് സില കുബറക്കും വരുന്നത്. സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. എങ്ങനെയാണോ മുൻഫസിൽ വരുന്നത്, കാരണം അത് 2 വാക്കുകളിലായിട്ട് തന്നെയാണ് സംഭവിക്കുക. സില കുബറ സംഭവിക്കുമ്പോൾ മിക്കവാറും എന്തായിരിക്കും, 2 ഇതിലായിരിക്കും സംഭവിക്കുക. കാരണം ഒരു വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ദൊമീർ അവസാനമായിരിക്കും വരിക. അപ്പം അതുകൊണ്ടാണ് അത് മുൻഫസിലിൻ്റെ അതേ ഒരു റൂള് വരാൻ കാരണം. സെയിം മുൻഫസിലിൻ്റെ അതേ നിയമം തന്നെയാണ്. നമ്മൾ തഹജി പറയുമ്പോൾ ഹാ കസ്ര യാ മദ് സില കുബ്ര ജായിസ് ഇസ്നാൻ അർബ ഹംസ ഹറക്കാത്ത് ഹംസ ഫത്ഹ അലിഫ് മദ് ഡാഷ്. അലിഫ് മദ് അവിടെ ഒരു പുതിയ മദ് വരുന്നുണ്ട്. അലിഫ് മദ് തൊബൈ ഹർക്കത്താൻ എന്ന് ഞാൻ അപ്പോൾ പറയാം. ഒരു പുതിയ മദ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 മദ്ദുകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്ദാണ് മദ് ഫറയിൽ സുക്കൂന് ഷദ്ദ കാരണം സംഭവിക്കുന്ന മദ്. സുക്കൂനോ ഷദ്ദോ കാരണം സംഭവിക്കുന്ന മദ് പിന്നെ എന്താണ്? മദ് ലാസിം എന്നാണ് പറയുന്നത്. ഓക്കെ, മദ് ലാസിം മദ് ലാസിം എന്നാണ്. നിർബന്ധമായിട്ടും 6 ദീർഘം 6 ഹറക്കത്ത് സമയം നൽകി ഉച്ചരിക്കേണ്ട മദ്ദിനെയാണ് മദ് ലാസിം എന്ന് പറയുന്നത്. അലിഫ് യാ വ എന്ന മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ 6 ഹറക്കത്ത് നീട്ടിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു റൂള് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മദ് ലാസിം, കെലിമി ഉണ്ട്, അതേപോലെ ഹർഫി ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്, ദാബത്ത് എന്നുള്ളതും അലിഫ്ലാമീം എന്നുള്ളതും. അന്ന് ഒരു വാക്കിൽ സംഭവിക്കുന്ന മദ്ദായതുകൊണ്ട് അതിനെ മദ് കെലിമി എന്ന്, മദ് ലാസിം കെലിമി എന്ന് പറയുന്നു. അത് ഹർഫിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് പറയാം. ഹർഫിലേക്കുള്ളതിനെ കുറിച്ച് അവിടെ ആ സമയത്ത് പറയാം. ഓക്കെ, അലിഫ് യാ വാവ് ശേഷം സുക്കൂനാണ് സംഭവിക്കുന്നെങ്കിൽ മദ് ലാസിം മുഖഫഫ്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ അത് ഉണ്ടോ നോക്കട്ടെ, മുസക്കൽ. ഓക്കെ, ഇത് നമുക്ക് ഫുള്ള് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. മദ് ലാസിം എന്ന് പറഞ്ഞത് വാക്കിലും സംഭവിക്കും, ഹർഫിലും സംഭവിക്കുന്നു. ഹർഫ് എന്ന് പറയുമ്പം അലിഫ്ലാമീം പോലെ, യാസീൻ പോലെ അങ്ങനെയുള്ള ഇതാണ്, അതവിടെ നിൽക്കട്ടെ. കെലിമി എന്ന് പറയുമ്പോൾ ഒരു വാക്കിൽ സംഭവിക്കുന്നതാണ്. മദ് ഫി കെലിം, ഒരു കെലിമത്തിൽ, ഒരു വാക്കിൽ സംഭവിക്കുന്ന മദ്ദിനെയാണ് എന്ത് പറയുന്നത്? മദ് കെലിമി എന്ന് പറയുന്നത്. അപ്പോൾ മദ് കെലിമി എന്ന് പറയുന്നത് തന്നെ മദ് കെലിമി ആയിക്കോട്ടെ ഹർഫി ആയിക്കോട്ടെ, അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് മുസക്കലും ഉണ്ട്, ഓക്കെ. അപ്പോൾ മദ് ലാസിം കെലിമി മുസക്കൽ എന്ന് പറയുന്നത് മദ് സംഭവിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിഫ് യാ വാവ്, മദ്ദക്ഷരങ്ങളായ അലിഫ് യാ വാവ്, അതായത് ഒരു വാക്കിൽ മദ്ദക്ഷരത്തിന് ശേഷം, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് യാ വാവ് ഏതാവാം, അലിഫിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അലിഫിന് ശേഷം വരുന്ന ഹർഫിന് ഷദ്ദാണെങ്കിൽ അത് മദ് ലാസിം മുസക്കലായിരിക്കും. അതല്ല സുക്കൂനാണ് സംഭവിക്കുന്നെങ്കിൽ മദ് ലാസിം കെലിമി മുഖഫഫായിട്ട് വരും. ഓക്കെ, നമുക്ക് ഉദാഹരണം കാണുമ്പോൾ വേഗം മനസ്സിലാവും അതിൻ്റെ. മദ് ലാസിം കെലിമി മുസക്കൽ, മദ് ലാസിം കെലിമി മുഖഫഫ്. ഇനി നമുക്കൊന്ന് നോക്കാം അതെന്താണ്. ഷദ് കാരണം സംഭവിക്കുന്നതാണ് കെലിമി മുസക്കൽ എന്ന് പറയുന്നത്. അതേപോലെ സുക്കൂന് കാരണം സംഭവിക്കുന്നതാണ് കെലിമി മുഖഫഫ്, മദ് ലാസിം കെലിമി മുഖഫഫ് എന്ന് പറയുന്നത്. ഷദ് കാരണം സംഭവിക്കുന്ന മദ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. ഇവിടെ നോക്കൂ നിങ്ങൾ, അത്വാ എന്നുള്ള അലിഫ് മദ്ദിന് ശേഷം മീമിന് ഷദ് വന്നു. അപ്പോൾ അവിടെ അസാധാരണമായിട്ട് ലാസിമായിട്ട് നീട്ടണം. അത്വാ, പിന്നെ മീമിൻ്റെ ഉന്നയും കൊടുക്കണം. അത്വാമതു, അവിടെ അതും കൂടി ശ്രദ്ധിക്കണം, മീമിൻ്റെ ഉന്നയും കൂടി ശ്രദ്ധിക്കണം. പിന്നെ ദാബത്തിൻ അദ്ദാല്ലീൻ, ഇങ്ങനെ വരുന്നത് നോക്കൂ നിങ്ങൾ. അലിഫ് മദ്ദിന് ശേഷം വന്ന ഹർഫിന് ഷദ് വന്നു. അപ്പോൾ അവിടെ ഷദ് വന്നത് കാരണം അത് പിന്നെ മദ് ലാസിം എന്ന പുതിയൊരു മദ്ദിലേക്ക് മാറുകയാണ്. അപ്പോൾ 6 ഹർക്കത്ത് സമയം നൽകിയിട്ട് നമ്മൾ പാരായണം ചെയ്യണം. ഇവിടെ നമ്മൾ ദാബത്തിൻ്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നത് തന്നെയാണ്. മിൻകുല്ലി ദാബ, അവിടാണ് ദാൽ ഫത്ഹ അലിഫ് മദ് ലാസിം കെലിമി മുസക്കൽ 6 ഹർക്കാത്ത്, ബ ഷദ്ദ ഫത്ഹ ദാബ. ഓക്കെ, ഇനി നമ്മൾ പിന്നെ പുതിയ ഇതിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ പഠിച്ചത് മദ് ലാസിം കെലിമി മുസക്കലാണ്, ഷദ് കാരണം സംഭവിക്കുന്ന മദ്ദാണ്. ആർക്കെങ്കിലും എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഷദ് കാരണം സംഭവിക്കാൻ മറ്റു ഡിഫറൻസ് ഉണ്ടല്ലേ? അപ്പോൾ അല്ല, ഡിഫറെൻ്റ് എന്ന് പറയുമ്പം ഷദ് കാരണം സംഭവിക്കുന്നുണ്ട്, സുക്കൂന് കാരണവും സംഭവിക്കുന്നുണ്ട്. അപ്പം അത് രണ്ടും അങ്ങനെ രണ്ട് രീതിയിലും. ഇത് ആക്ച്വലി ഇപ്പം കഴിഞ്ഞ ആഴ്ച റംലത്താത്ത പറഞ്ഞതുപോലെ ഷദ് എന്ന് പറഞ്ഞാൽ ശരിക്കും സുക്കൂന് പ്ലസ് ഹർക്കത്തുള്ള ലെറ്ററാണ് ഷദ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ വരും. പിന്നെ അപ്പോൾ അതുകൊണ്ട് നോർമൽ കേസിൽ മദ് ലാസിം എന്ന് പറഞ്ഞാൽ പിന്നെ സുക്കൂനിന് അത് അലിഫ് മദ് യാ മദ് ശേഷം സുക്കൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മദ് ലാസിം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ മുസക്കൽ മുഖഫഫ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അതായത് ഷദ്ദാണ് കാരണമെങ്കിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ അവിടെ ഷദ്ദാണ് കാണുന്നെങ്കിൽ അത് ഹെവി ആയിട്ടുള്ള മദ് ലാസിമാണെന്ന് പറയും. പക്ഷെ അതിൻ്റെ എന്താ പറയുക, പാരായണം രണ്ടും സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ അത് സുക്കൂന് കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അത് മുഖഫഫ എന്ന് പറയും.
പിന്നെ ഷെദ് കൊണ്ടാണ് സംഭവിക്കുന്നെങ്കിൽ മുസക്കലാണെന്ന് പറയും. അത്ര മാത്രമേ ഉള്ളൂ. വേറെ എന്തില്ല, പാരായണത്തിൽ മാറ്റാനോ മറ്റേത് അങ്ങനെ നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ ഈ തൻവീൻ നൂനുസാക്കിന ഇദ്ഗാമിൽ സംഭവിച്ചതുപോലെ കാമിൽ നാക്കിസ് അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇവിടെ വരുന്നില്ല. അതിൻ്റെ നിയമം കറക്റ്റാണ്, സിത്ത ഹർക്കാത്ത്. അവിടെ വേറൊരു മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ രണ്ട് രീതിയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം നമ്മൾ ഖുർആൻ നോക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് മദ് ലാസിം മുഖഫഫാണ്. മുഖഫഫ് സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ. ഇപ്പോൾ മുസക്കൽ നമ്മൾ കുറേ വാക്കുകളിൽ നമ്മൾ മുസക്കൽ കണ്ടു. പക്ഷേ മുഖഫഫിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വാക്കിൽ മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഒറ്റ വാക്കിൽ മാത്രമേ ഉള്ളൂ മുഖഫഫ് സംഭവിക്കുന്നു. അത് മദ് ലാസിം മുഖഫഫ് എന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ. അത് ഇതാണ്. ഇതെങ്ങനെ പാരായണം ചെയ്യുക? ഒരാൾ പാരായണം ചെയ്യൂ. കുറച്ചും കൂടി നീട്ടിയാൽ മതി. ആന ഒന്ന് ഓതി നോക്കൂ ആരെങ്കിലും ഒരാൾ. ഓക്കെ വെരി ഗുഡ്. അപ്പോൾ ഇതാണ് സൂറത്ത് യൂനുസിലെ 51 പിന്നെ 91. ഈ രണ്ടും ഒരു സൂറത്തിലാണ് വരുന്നത്. സൂറത്ത് യൂനുസിലെ 51-ാമത്തെയും 91-ാമത്തെയും ആയത്തിൽ വരുന്ന ആന. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മദ് ലാസിം കെലിമി പിന്നെ മുഖഫഫ് പേടിക്കാനില്ല. കാരണം ഒരൊറ്റ വാക്കേ ഉള്ളൂ. അത് സൂറത്ത് യൂനുസിലെ 51-ാമത്തെയും 91-ാമത്തെയും ആയത്തിൽ വരുന്ന ആന എന്നുള്ള വാക്ക് മാത്രമാണ്. എളുപ്പമാണ്. മറ്റേത് നമ്മൾ മുഖഫഫ് മുസക്കൽ സംഭവിക്കുന്നത് കുറേ വാക്കുകളുണ്ട്, ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷേ മുഖഫഫ് സംഭവിക്കുന്നത് ഇതൊന്ന് മാത്രമേ ഉള്ളൂ. മുസക്കൽ കുറേ എണ്ണുണ്ട്, മുഖഫഫ് ഒന്നേ ഉള്ളൂ. ഓക്കെ. ഇതാരൊന്ന് വായിക്കാം. ثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون. ഒരു 2-3 ആൾക്കാർ ഓതി തോന്നുന്നു. ثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون. ഒന്നും കൂടി. الآن وقد كنتم به. രണ്ട് സ്ഥലത്തും മണിക്കാണ്ട്. കുന്തും തുമ്പി എന്നുള്ള രണ്ട് സ്ഥലത്തും. ഒന്നും കൂടി ആ വാഗോതി. الآن وقد كنتم به تستعجلون. ഓക്കെ ശുക്രൻ ജസാക്കല്ലാ. അടുത്തൊരാൾ പാരായണം ചെയ്യൂ. ثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂന്തു എന്നുള്ള ക്ലിയർ ആയി. മറ്റേ തുമ്പി എന്ന് പറഞ്ഞിട്ട് സ്പീഡിലായിപ്പോയി. ഒന്നുകൂടി. الآن وقد كنتم به sorry الآن وقد كنتم به تستعجلون. ഓക്കെ ഒരാളും കൂടി മതി. കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. മണിക്കണം, മീമ് മണിക്കണം. أثم إذا ما وقع آمنتم به. രണ്ട് സ്ഥലത്ത് മണിക്കണം. آمنتم به الآن وقد كنتم به
തസ്തഅജിലൂൻ. ആമന്തും എന്ന് പറഞ്ഞാൽ കുന്തും എന്ന് പറഞ്ഞോടത്ത് രണ്ട് സ്ഥലത്ത് രണ്ട് ഉന്ന വരാനുണ്ട്. പിന്നെ അതേപോലെ ആൽ ആന എന്നുള്ള ഒന്നും കൂടി നീട്ടാൻ നല്ല ആൽ ആന വഖദ് കുന്തും ബിഹി തസ്തഅജിലൂൻ. الآن وقد كنتم به تستعجلون. ഓക്കെ, ശുക്രൻ ജസാക്കല്ലാ. അടുത്ത ആയത്ത്. الآن وقد عصيت قبل وكنت من المفسدين. ഓതാത്ത രണ്ട് മൂന്ന് ആൾക്കാർ ഓതൂ. ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ, ഓതൂ. രണ്ടാൾ ഓതൂ. الآن وقد عصيت قبل وكنت من المفسدين. ഓക്കെ, അടുത്ത ആള്. الآن وقد عصيت قبل وكنت من المفسدين. ഓക്കെ كنت من المفسدين. ഓക്കെ. الآن وقد عصيت قبل وكنت من المفسدين. ഓക്കെ ഓക്കെ. അടുത്ത ആൾ ഒരാളും കൂടി ഓതി. الآن وقد عصيت قبل وكنت من المفسدين. ഓക്കെ ഓക്കെ ഓക്കെ. ആരും ഒരാളും കൂടി ഓതിയിരുന്നല്ലോ, അവരും കൂടി ഓതിക്കോളി. കഴിഞ്ഞോ? الآن وقد عصيت قبل وكنت من المفسدين. ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ തെഹജി നോക്കാം. ആർക്കും തെഹജി പറയാൻ കഴിയും? നമ്മൾ ഇതുവരെ പറഞ്ഞൊരു സംഭവമാണ്. തെഹജി ഒന്ന് പറഞ്ഞു നോക്കാൻ കഴിയും ആരെങ്കിലും? ഹംസ ഫതഹ ആ മദ് ലാസിം. ഹംസ ഫതഹ ആ പറയണ്ട. അല്ല, ഹംസ ഫതഹ അലിഫ് മദ് ലാസിം ജായിസ്. അലിഫ് മദ് ലാസിം കലിമി മുസക്കൽ മുഖഫഫ് മുഖഫഫ്. എത്ര ഹർക്കത്താണ്? ജായിസ് വേണ്ട, സിത്ത ഹർക്കാത്ത. കാരണം വേറെ ഒന്നുമില്ല. ജായിസും ബാജിബൊന്നും അതിൽ വരൂല. ഇല്ല, സിത്ത ഹർക്കാത്ത്. ലാം സുക്കൂൻ. ലാം സുക്കൂൻ. ഓക്കെ ഓക്കെ. അലിഫ് മദ്. അത്ര മതി. അല്ല, അത്ര മതി. നമുക്ക് അതിൻ്റെ മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി വേറൊരാൾ പറഞ്ഞു നോക്കി. ഞാൻ അതൊന്നും ഇങ്ങനെ മാറ്റി നോക്കാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കി. അടുത്തൊരാൾ വേഗം വരി. നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഞാൻ അപ്പം ഇതിങ്ങനെ ആക്കി തരും. അപ്പം നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി. ഹലോ, പോയോ? ആരും ഒന്നും റെസ്പോൺസ്. ألف همزة فتحة ألف مد لازم كلمة مخففة ست حركات لام سكون. ഇതാ കണ്ടിട്ടാണ്. കുഴപ്പമില്ല. ഞാൻ ബുദ്ധിമുട്ടാതാക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അടുത്തൊരാള് ലാം സുക്കൂൻ. ഓക്കെ. അടുത്ത ആള് ഒന്നുകൂടി കാണിക്കും. പറഞ്ഞോളി നിങ്ങള്. ഓക്കെ. ഹംസ ഫത്ഹ അലിഫ് മദ് ലാസിം കെലിമി മുഖഫഫ് സിത്ത ഹർക്കാത്ത് ലാം സുക്കൂൻ. സിത്ത ഹർക്കാത്ത് വേണം കേട്ടോ, നിർബന്ധമായിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടൂല. ഈ ഒരൊറ്റ എണ്ണേ ഉള്ളൂ എന്ത് മുഖഫഫായിട്ട് വരുന്നത്. മദ് ലാസിം കെലിമിയിൽ മുഖഫഫായിട്ട് വരുന്ന വാക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം ഇല്ലാണ്ട് എഴുതുക ആൽ ആന എന്ന്. ഓക്കെ. ചോദ്യം ആലോചിക്കുക. വൺ വേർഡ് ചോദ്യത്തിന് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്, മറന്നു പോകണ്ട. അപ്പോൾ അതെങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും, അതുകൊണ്ട് മറന്നു പോകണ്ട.
ഓക്കെ, ക്വസ്റ്റ്യൻ ഇപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, അല്ല ഉത്തരം, സോറി. അപ്പോൾ ആൽ ആന എന്നുള്ളത് പിന്നെ മദ് ലാസിം മുഖഫഫ് സംഭവിക്കുന്ന ഒരൊറ്റ വാക്കാണ് ആൽ ആന എന്ന് പറയുന്നത്. അതിൻ്റെ തഹജ് ഇങ്ങനെയാണ്: ഹംസ ഫത്ഹ അലിഫ് മദ് ലാസിം കെലിമി മുഖഫഫ് സിത്ത ഹർക്കാത്ത് ലാം സുക്കൂൻ ആൽ എന്നുള്ളത്. അപ്പോൾ അവിടെ വേറെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ മുസക്കൽ പറഞ്ഞ സമയത്ത് ഒരുപാട് വാക്കുകളുണ്ട്. ഇനി ഒരുപാട് വാക്കുകൾ, നമ്മളെ കുറച്ച് വാക്കുകളെ തന്നിട്ടുള്ളൂ, ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് എന്തില്ല, പേടിക്കാനൊന്നുമില്ല, വേഗം പറയാൻ കഴിയും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പോൾ പറഞ്ഞതുവരെ, ഇതുവരെ ഉള്ളത്? അതായത് മുസക്കലും മുഖഫഫും മദ് ലാസിം കെലിമി. എനി ഡൗട്ട്? അത് കഴിഞ്ഞിട്ട് പുതിയ ചാപ്റ്ററിലേക്ക് പോകണം. പുതിയ ചാപ്റ്ററിലല്ല, ഞാൻ ഒരു എമർജൻസി ആയിട്ട് ജസ്റ്റ് മിസ് ആയില്ല, 20 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല, പറയാം. ഇന്നത്തെ പഠിപ്പിച്ച ഓക്കെ. അതായത് മദ് ലാസിം നമ്മൾ രണ്ടെണ്ണം ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. മദ് ലാസിം കെലിമി മുസക്കലും ഉണ്ട് മുഖഫഫും ഉണ്ട് അല്ലേ? ഓർക്കണില്ലേ? ശ്രദ്ധ കാരണം ഇവിടെ കാണുന്നത് അലിഫ് മദ്ദക്ഷരമായ അലിഫിന് ശേഷം ശ്രദ്ധാണ് വന്നിട്ടുള്ളത് എല്ലായിടത്തും അല്ലേ? അപ്പൊ ശ്രദ്ധ വരുന്ന മദ്ദിന് പറയുന്നത് മദ് ലാസിം കെലിമി മുസക്കലാണ്. അതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അല്ല ഒരു വാക്ക് മാത്രമേ എന്തുള്ളൂ, മദ് ലാസിം കെലിമി മുഖഫഫ് സംഭവിക്കുന്നത്. ഒരേ ഒരു വാക്കാണ്, അതാണ് ഇത്. ഇതെങ്ങനെ പാരായണം ചെയ്യാൻ നിങ്ങളൊന്ന് പാരായണം ചെയ്ത് നോക്കുമോ? കിട്ടുണ്ടോന്ന് വെറുതെ ഒന്ന് പാരായണം ചെയ്ത് നോക്കി നിങ്ങൾ. ക്ലിയർ ആണ്, കുറച്ചും കൂടി നീട്ടിയാൽ മതി. ഓക്കെ, അതായത് സിത്ത ഹർക്കത്ത് വേണം. ലാമ് വരെയുള്ളവർക്ക് 6 ഹർക്കത്ത് ടൈം. അൽ ആന ഈ ഒരു വാക്കേ ഉള്ളൂ. അത് സൂറത്ത് യൂനുസിലെ 51-ാമത്തെ ആയത്ത്, അതേപോലെ 91-ാമത്തെ ആയത്ത്. ഈ സൂറത്ത് യൂനുസിലെ 2 ആയത്തുകളിൽ വരുന്ന അൽ ആന മാത്രമാണ് മദ് ലാസിം കെലിമി മുഖഫഫ് സംഭവിക്കുന്നത്. ഓക്കെ, അതിന്റെ തഹജ്ജാണ് ഈ കാണുന്നത്. ഹംസ ഫത്ഹ അലിഫ് മദ് ലാസിം കെലിമി മുഖഫഫ് സിത്ത ഹർക്കാത്ത് ലാം സുക്കൂൻ. അത് ലാം സുക്കൂൻ സംഭവിച്ചത് കൊണ്ടാണ് അത് മദ് ലാസിം ആയത്. ഇത്രയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയും ഇന്നും എടുത്തതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്സിങ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ചോദിക്കുക. നമ്മൾ കാരണം ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. അത് കുറച്ചും കൂടി ഒരു ഇത്രത്തോളം എളുപ്പമല്ല, കുറച്ചും കൂടി ഒരു ഇതാണ്, എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മദ് ലാസിം കലിമിയും ഹർഫിയും പറഞ്ഞു. വാക്കുകളിലുള്ളത് പിന്നെ ഒരേ വാക്കിലുള്ളതും പിന്നെ അക്ഷരങ്ങളിൽ വരുന്നതും. ഇനിയിപ്പോൾ ആ അക്ഷരത്തിൽ ഇപ്പൊ നമ്മൾ അതിലേക്ക് അക്ഷരത്തിൽ കെലിമിയാണ് ഇപ്പൊ ഇന്നലെ ഇന്നും കഴിഞ്ഞ ആഴ്ച ഇപ്പോഴും നമ്മൾ പറഞ്ഞ കെലിമിയാണ്. കലിമി മുസക്കലിന്റെതും പിന്നെ നമ്മള് റൂള് വാജിബ് അല്ലേ? ലാസിം അല്ല, ലാസിം 6 ദീർഘം ലാസിം നിർബന്ധം. അതിൽ ഒന്നുമില്ല, അതിൽ വേറെ കുറയ്ക്കാനും നീട്ടാനും ഒന്നുമില്ല, ലാസിമാണ്. നേരത്തെ തുടക്കത്തില് മുൻഫസിലിന്റെ സെയിം നെയിം എന്ന് പറഞ്ഞത് ഏതാ? അത് മുൻഫസിൽ സില കുബ്ര ഉണ്ട്. സില കുബ്ര, സില സുഗ്ര നമ്മൾ പണ്ട് പഠിച്ച. ശരി ശരി, മുൻഫസിലും സെയിം റൂളാണ്. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ളത് ക്ലിയർ ആണെങ്കിൽ, മദ് ലാസിമിൽ ഈ ഒരു ഭാഗം കെലിമീന്റെ ഭാഗം ക്ലിയർ ആണെങ്കിൽ അടുത്തത് ഹർഫിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഓക്കെ ആണെന്ന് പറയാണ്, അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. സാറേ, കലിമി 2 ടൈപ്പ് അല്ലേ ഉള്ളത്? അതെ, മദ് വരുന്നതും ഷദ് വരുന്നതും സുക്കൂന് വരുന്നതും. അതെ, സുക്കൂന് വരുന്നത്. ആ സുക്കൂന് വരുന്നതിലാണ് ഇപ്പൊ ഈ പറഞ്ഞ സാധനം. ഈ അൽ ആന എന്നുള്ളത് സുക്കൂന് സംഭവിക്കുന്നതാണ്. ഞാൻ ക്ലാസ് മിസ്സായി പോയത് സാറേ. ഈ ഒരൊറ്റ വാക്കേ ഉള്ളൂ. പിന്നെ എന്ത് മദ് ലാസിം കെലിമി മുഖഫഫ്, അതായത് സുക്കൂന് കാരണം മദ് സംഭവിക്കുന്നത് ഈ ഒരൊറ്റ വാക്ക് മാത്രം. അത് സൂറത്ത് യൂനുസിലെ 51-91 ആയത്തിലാണ് വരുന്നത്. ആൽ ആന എന്നാണ് അത് പാരായണം ചെയ്യേണ്ടത്. മീറ്റിംഗ് ആയിട്ട് ആൽ എന്നുള്ളത് സിത്ത ഹർക്കാത്ത്, ആന 2 തൊബയാണല്ലോ, അങ്ങനെയാണ്. പിന്നെ അതിന്റെ തഹജ്ജ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതിൽ കെലിമി മുഖഫഫ്, മുസക്കലിന് പകരം മുഖഫഫ് വരുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്ലിയർ ആണ്?
6 ഹർക്കത്താണ് ആദ്യത്തെ അതെ വെച്ചിട്ട്. 6 ഹർക്കത്ത് സമയം, ഓക്കെ മറ്റേ 2. ഓക്കെ സർ. ഓക്കെ. ഓക്കെ. അപ്പോൾ കെലിമി, മുസക്കൽ, മുഖഫഫ് എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതാണ്. നമ്മൾ അടുത്ത ഹർഫിലേക്ക് പോവാണ്. ഓക്കെ, എല്ലാവരും ശരിയായി റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. മദ് ലാസിം, കെലിമി, മുസക്കലും മുഖഫഫും മദ് ഫി കെലിമി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പുതിയതിലേക്കാണ് പോകുന്നത്. മദ് ലാസിം ഹർഫി മുസക്കലും ഹർഫി മുഖഫഫും. മദ് ഫി ഹുറൂഫുൽ മുഖത്തഅ. ഹുറൂഫുൽ മുഖത്തഅ എന്താണ് നോക്കുക. ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമാണ് വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്ന് പറയും. വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ. അത് ഹർഫ് എന്ന് പറയാം, ഹർഫി എന്ന് പറയാൻ കാരണം അത് ഓരോ ഹർഫുകളാണ്, അക്ഷരങ്ങളാണ്, വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ. അതിന് ഇംഗ്ലീഷിൽ ഡിസ്ജോയിൻഡ് ലെറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ലെറ്റേഴ്സ് എന്ന് പറയും. ഡിസ്കണക്റ്റഡ് ലെറ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്ജോയിൻഡ് ലെറ്റേഴ്സ് എന്നൊക്കെയാണ് ഇത് ഇംഗ്ലീഷിൽ പറയാം. ഹുറൂഫുൽ കത്ത എന്ന് പറഞ്ഞാൽ കഷ്ണിക്കുക എന്നാണ്, മുറിക്കുക. കത്ത മുറിക്കുക. അപ്പോൾ ഹുറൂഫുൽ മുഖത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച അക്ഷരങ്ങൾ എന്നൊക്കെ ആണെങ്കിൽ പറയാം. ഓക്കെ, അത് ഓരോ ഹർഫുകൾ വേറെ വേറെ ആയിട്ടാണ് വരിക. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് പിന്നെ മദ് ലാസിം മദ് ലാസിം ഹർഫി സംഭവിക്കുന്നതിൻ്റെ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ്, വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്നാണ്. ഹുറൂഫുൽ മുഖത്തഅ എന്ന കുറച്ച് ഹർഫുകളിലാണ് ഈ മദ് സംഭവിക്കുന്നത്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇതിലൊന്നും നമുക്ക് കാണും, സുക്കൂനും കാണൂല, ഷദ്ദും കാണൂല. അപ്പോൾ ഇതെങ്ങനെ എന്താന്നുള്ളത് നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്, അതങ്ങനെ നീളുന്നു, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, എന്തുകൊണ്ട് നീട്ടുന്നു, എന്തുകൊണ്ട് നീട്ടുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹുറൂഫുൽ മുഖത്ത കേവലാക്ഷരങ്ങൾ എന്നും പറയും, വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ. 29 വിശുദ്ധ ഖുർആനിലെ 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഫസ്റ്റ് ആയത്തിൽ വരുന്ന ഫ്യൂ ലെറ്റേഴ്സിനെയാണ്, കുറച്ച് അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയുന്നത്. 29 ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ വരുന്ന കുറച്ച് പിന്നെ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാത്ത, അല്ലാഹു ആലം എത്രമാത്രം അറിയുന്ന കുറച്ച് ലെറ്റേഴ്സുകളാണ്. അതിന് പറയുന്ന ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും, കേവലാക്ഷരങ്ങൾ എന്ന് പറയും. നമുക്കറിയാം 28 പിന്നെ അക്ഷരങ്ങൾ, ശബ്ദമുള്ള 28 അക്ഷരങ്ങളിൽ ഈ അക്ഷരങ്ങൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വരുന്ന ഈ 14 ഹർഫുകളാണ് ഈ 14 ഹർഫുകളാണ് എന്തായിട്ട് വരുന്നത്, ഹുറൂഫുൽ മുഖത്തഅ ആയിട്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം വരാം, ഹുറൂഫുൽ മുഖത്തഅത്ത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 14 ഹർഫുകൾ നമുക്ക് പഠിക്കേണ്ടത് എളുപ്പമാണ്. ഇത് ഇങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് ഓരോന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ഹുറൂഫുൽ മുഖത്തഅത്ത് നമുക്കറിയെങ്കിൽ നമുക്ക് ഈ അക്ഷരങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഓക്കെ, ഈ 14 ഹർഫുകൾ, ഇതിന് പാട്ടൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതെങ്ങനെയാണ് പാരായണം ചെയ്യുക. ഒരു കാര്യം ചെയ്യുക, ഇത് ഒരാൾ പാരായണം ചെയ്തോളൂ. അങ്ങനെ ഓരോന്ന് ഒരാൾ പാരായണം ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഓരോ ആൾ പാരായണം ചെയ്തോളൂ. അലിഫ് ലാം മീം. ഓക്കെ, നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എന്താണെന്നറിയോ, പിന്നെ അലിഫ് ലാം കഴിഞ്ഞിട്ട് ലാമ് മീമാണ്, മീമ് പിന്നെ മീമാണ് വരുന്നത്. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വരുമ്പോൾ അവിടെ ഒരു ഉന്നയും കൂടി വരും. അലിഫ് ലാം മീം. ഒന്ന് ലാം കഴിഞ്ഞിട്ട് ഒന്ന് എന്ത് ചെയ്യണം, ഉന്ന കൊടുക്കണം, എന്നിട്ട് മീമെന്നാണ്. ഓക്കെ, അടുത്തൊരാൾ ഇതൊന്ന് പാരായണം ചെയ്യൂ. حميم. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. അടുത്തത് ഇതാരാ പാരായണം ചെയ്യുന്നത്? ഖാഫ്. കുറച്ചും കൂടി. ഖാഫ്. ഖാഫ്. ഓക്കെ,
ഇതിന്റെ റോള് പറയൂല്ലോ സാറേ? ഒക്കെ പറയും. ആദ്യം ഇതൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ നോക്കാണ്. നിങ്ങൾ ഡോക്ടർ ഒന്ന് ഇതൊന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ നോക്കൂ. കാഫ് ഹാ യാ സ്വാ ഐൻ. ഇതാണ് പറയാം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇത് ഏകദേശം എത്ര ഹർഫിന്റെ സമയം എടുക്കും അറിയോ? 1 2 3 4 5 6 21 21 അല്ല 20 22. 22 ഉള്ളൂ. 6 3 6 3 18 18 20 22 അല്ലേ? 22 പോരാ. ഇത് രണ്ടും കൂടി വേണം. ഐന് സ്വാദ്, ഐൻ എന്നുള്ള നൂനുസാക്കിന ശേഷം സ്വാദ് വന്നില്ലേ, അവിടെ ഒരു ഉന്നയും കൂടി വേണം. ഓക്കെ സ്വാദ് കൽക്കലിയാണ്. ഇത് ഒരു 1-2 ആൾക്കാർ ഇതൊന്ന് പാരായണം ചെയ്യൂ. കിട്ടുന്നുണ്ടോ നോക്കി. നിങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കി 24 എത്തുന്നുണ്ടോന്ന് ഇങ്ങനെ. പോരാ, ഒരു 10-15 മിനിറ്റ് എത്തിയിട്ടേ ഉള്ളൂ. ഭയങ്കര സ്പീഡായി പോയി. ഓക്കെ, അടുത്തൊരാള്. എത്തിയിട്ടില്ല. ഒരാളും കൂടി ഒന്ന് ഓതി നോക്കി. ഞാൻ സ്പീഡിൽ എണ്ണിട്ട് 15 എത്തിയിട്ടുള്ളൂ. ഞാൻ ഓതി നോക്കുന്നോ? ഓക്കെ, 22 കൂടിയ 22 എത്തി. പോരാ, 24 വേണം. അതിനാ ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ എണ്ണിക്കാം കേട്ടോ, അതുകൊണ്ടാ. ഓക്കെ, ഞാനൊന്ന് ഓതി നോക്കാം. എത്തണ്ടോ നിങ്ങൾ എണ്ണി നോക്കി. എത്തൂല, കാരണം പണ്ടത്തെ അതിൻ്റെ ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ഒന്ന് ഓതി നോക്കട്ടെ. എത്തിക്കണോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഓതേണ്ടത്. പക്ഷെ നമ്മൾ മിക്കവാറും കാഫ ഐൻ സ്വാദ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോവാം. കാഫ ഐൻ സ്വാദ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതെങ്ങനെയാന്നുള്ളത് ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്നു. 1 2 നൂനെങ്ങനെയാ ചെല്ലുക? ഓക്കെ, വെരി ഗുഡ്. ഇതെങ്ങനെയാ? ഓക്കെ, വെരി ഗുഡ്. ഇതെങ്ങനെയാ? ഇതെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇതെങ്ങനെയാ? വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾ പിക്ചറിൽ കാണുന്ന ഇതിൽ കാണുന്ന അലിഫ് ലാം മീം ഉണ്ട്, ഹാമീം ഉണ്ട്, ഖാഫ് ഉണ്ട്, കാഫ് ഹാ യാ ഐൻ സ്വാദ് ഉണ്ട്, നൂന് സ്വാദ് യാസീൻ ത്വാഹ തോസീം മീം ഉണ്ട്, തോസീൻ ഉണ്ട്, അലിഫ് ലാം റാ ഉണ്ട്, അലിഫ് ലാം മീം റാ ഉണ്ട്, അലിഫ് ലാം മീം സ്വാദ് ഉണ്ട്, ഐൻ സീൻ ഖാഫ് ഉണ്ട്. ഇത്രയും ഇതാണ്. പക്ഷേ ഇത് തന്നെ 29ലേക്ക് വരുന്ന സമയത്ത് അലിഫ് ലാം മീം എത്ര ഉണ്ട് നിങ്ങൾ കണ്ടെത്തണം, ഹാമീം എത്ര ഉണ്ട് എന്ന് കണ്ടെത്തണം. അതേപോലെ അലിഫ് ലാം റാ തോസീൻ എത്ര ഉണ്ട്, അലിഫ് ലാം മീം റാ സ്വാദ്, അലിഫ് ലാം മീം സ്വാദൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. 29 ഇവിടെ ഇപ്പോൾ കാണുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 13 13 ഒന്ന് ഐൻ സീൻ ഖാഫ് രണ്ടാമത്തെ ആയത്തിൽ വരുന്നതാണ്. ഓക്കെ, അതടക്കം 13 എണ്ണം. നേരത്തെ പറഞ്ഞ കാഫ് ഹായൻ സ്വാദ് ഉള്ളത് 24 ആയത് എങ്ങനെ മനസ്സിലായില്ല? 22 വരെ ഐന് പിന്നെ ഐൻ എന്ന് പറയുന്നത് സുക്കൂനല്ലേ, ഐൻ നൂനു സാക്കിനല്ലേ.
ആ പിന്നെ സ്വാദ് വരുമ്പോൾ നൂന് സാക്കിനൊക്കെ ശേഷം സ്വാദ് വരുമ്പോൾ നമ്മൾ ഉന്ന ചെയ്തില്ലായിരുന്നോ? ഓക്കെ ഓക്കെ ആ ആ ആ അതാണ് അത് ഇപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെങ്ങനെ ഉം. ഇതിപ്പോ എങ്ങനെയാ നീ ഒന്ന ഹർക്കത്ത് അതെ, ഇതെങ്ങനെ ഉന്ന അറക്കത്തിനൊന്നും ഇതിൽ പറയില്ല കേട്ടോ, പക്ഷെ പാരായണത്തിൽ അത് വരും. ഇതെങ്ങനെയാന്നുള്ളെങ്കിൽ നമ്മൾക്ക് അറിയണമല്ലോ. ഇതിപ്പോൾ എങ്ങനെ നൂൻ എങ്ങനെ നീട്ടുന്നത്, അല്ല അതെന്താന്നുള്ളതും കൂടി അറിയണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അതാണ് അതുകൊണ്ടാണ് നീട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതും കൂടി അറിയണം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തുകൊണ്ട് എന്നുള്ളത്. ഇതിലിപ്പോൾ സുക്കൂനില്ല, ശബ്ദമില്ല, പക്ഷെ നമ്മളിങ്ങനെ അലിഫ് ലാം മീം നീട്ടി ഓതുന്നുണ്ട്, ഖാഫ് നീട്ടി ഓതുന്നുണ്ട്, സ്വാദ് നീട്ടി ഓതുന്നുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് തരുന്ന ഹോംവർക്കുകളിൽ ഒരു ഹോംവർക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരുന്നില്ല, പക്ഷേ ഒരു വർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലിടുക, അതേപോലെ എനിക്ക് പേഴ്സണലായിട്ട് അയക്കുക. അലിഫ് ലാമീം വിശുദ്ധ ഖുറാനിൽ എത്രണ്ണം വരുന്നുണ്ട്, ഹാമീം എത്രണ്ണം വരുന്നുണ്ട്, അതെങ്ങനെ എഴുതണം? അലിഫ് ലാമീം എന്നുള്ളത് പിന്നെ എന്താണ്? സൂറത്തിൻ്റെ പേര് ആയത്ത് പിന്നെ ഒന്നാമത്തേതായതുകൊണ്ട് അത് വേണ്ട. സൂറത്തിൻ്റെ പേര് എഴുതുക അലിഫ് ലാമീം. അപ്പോൾ അലിഫ് ലാമീം എത്ര ഉണ്ട് അതിൻ്റെ പിന്നെ സൂറത്ത് പേജ് നമ്പർ, ഖുറാൻ്റെ പേജ് നമ്പർ വേണമെങ്കിൽ എഴുതിക്കോളൂ. അങ്ങനെ ഹാമീം എത്ര വരുന്നുണ്ട്, ഖാഫ്, കഫായൻ, നൂന്, സ്വാദ്, യാസീൻ ഒക്കെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ വേറെ അലിഫ് ലാം റ, അലിഫ് ലാമീം റ, അലിഫ് ലാമീം സ്വാദ്, അപ്പോൾ അത് അങ്ങനെ എത്ര എണ്ണം വരുന്നുണ്ട്? ടോട്ടൽ 29ആണ്. ഇതാകെ എത്ര എണ്ണേ ഉള്ളൂ? 13-14 എണ്ണേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് 29 എണ്ണത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന പിന്നെ ഇത് 29 എണ്ണം ആക്കിയിട്ട് നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, കണ്ടെത്തിങ്ങിയിട്ട് എഴുതി അയച്ചു തരണം, മറന്നു പോവാണ്ടേ. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെ വർക്ക്, നിങ്ങൾക്കുള്ള വർക്ക് കഴിഞ്ഞ ആഴ്ച തന്നതുപോലെ എന്ത് തരും? പിന്നെ പാരായണം ചെയ്യേണ്ടതും തഹജ്ജ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഇത് നിങ്ങൾക്ക് അയച്ചു തരേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് അലിഫ് ലാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്ത് ഒന്ന് കാണുന്നുണ്ടോ? ലാമ്, സീന്, മീമ്, ലാസിം, ഹർഫി, മുസക്കൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ താഴത്ത്? ഹലോ കണ്ടു സാറേ. കാണില്ലേ? ലാമ്, സീന്, മീമ്, ലാസിം, ഹർഫി, മുസക്കൽ. ലാമിന് ശേഷം മീമ് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? ലാസിം, ഹർഫി, മുസക്കലായിരിക്കും. മദ് ലാസിം, ഹർഫി, മുസക്കലായിരിക്കും. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. സീനിന് ശേഷവും അങ്ങനെ തന്നെ. ഓക്കെ, നമുക്ക് ഒരു വാക്കിലേക്ക് പോവുകയാണേ. അല്ല, അതിൻ്റെ മുമ്പേ ഓരോന്ന് നോക്കുക. ഓരോ ഹർഫിനും നൽകേണ്ട എന്താണ്? ടൈമിംഗ് ആണ്. അതായത് അലിഫ് തന്നെ, ലാ യുമദ്, മദ്ദില്ല. ഇപ്പോൾ അലിഫ് ലാമിൻ്റെ ആ ഒന്നും ഇല്ലല്ലോ, നമ്മൾ അലിഫ് തന്നെയാണ്. ലാ യുമദ്, നമ്മൾ തഹജ്ജ് പറയുന്ന സമയത്ത് അലിഫ് ലാ യുമദ്. ഓക്കെ, മദ്ദില്ല. ഓക്കെ, പിന്നെ ഹ, യാ, ത്വാ, ഹ, റ, ഹയ്യ്, തൊഹർ, 5 ഹർഫുകൾ. മദ് തൊബിയാണ്. 2 ഹർക്കത്ത് സമയം കൊടുത്തിട്ട് പാരായണം ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്ന ലാമ്, മീമ്, ഖാഫ്, കാഫ്, സ്വാദ്, നൂന്, സീന്, പിന്നെ ഐനും. ഈ പിന്നെ ബാക്കിയുള്ള ഹർഫുകൾ 2, 4, 6, 7 പ്ലസ് ഐന് 8 ഹർഫുകൾ എന്താണ്? സിത്ത ഹർക്കാത്താണ്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഹയ്യ്, തൊഹർ 5 ഹർഫുകൾ, 2 ദീർഘം. അപ്പോൾ നേരത്തെ പാരായണം ചെയ്തപ്പോൾ എന്നേ ത്വാ എന്നുള്ള 2, ഹ എന്നുള്ള 2, അത്ര മാത്രമേ ഉള്ളൂ. അതിൽ പെട്ടതാണ്, ആ മദ് തൊബയിൽ പെട്ടതാണ് ത്വാവും ഹാവും. അപ്പം അതുകൊണ്ട് അത് 2 ആയിട്ട് പോയി. പക്ഷേ മദ് ലാസിം വരുന്നതൊക്കെ 6 ഹർക്കത്ത് ടൈം കൊടുക്കും. മദ് ലാസിം, മദ് ലീനെന്ന് കണ്ട അതൊക്കെ 6 ഹർക്കത്ത് സമയം കൊടുത്തിങ്ങേറ്റ് ഉച്ചരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? 5 ഹർഫ് എന്താണ്? 2 ഹർക്കത്ത് സമയം കൊടുക്കേണ്ടതാണ്. അലിഫ് ലാ യുമദ്ദാണ്. ബാക്കി വരുന്നതൊക്കെ സിത്ത ഹർക്കത്താണ്. ക്ലിയർ? മനസ്സിലായി. ഇതിങ്ങനെ കാണാണ്ട് പഠിച്ചേക്കണോ? കാണാണ്ട് പഠിച്ചേക്കണ്ട, നമുക്ക് അതിൻ്റെ കൂടെ അങ്ങനെ പഠിച്ചോളൂ. നമ്മൾ മനസ്സിലായില്ല. ഇതാ മനസ്സിലാവാത്ത
മദ്ദലീന എന്തായിരുന്നു? മദ് ലീൻ നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മദ് ലീൻ അങ്ങനെ അവിടെ വെച്ചത്. മദ് ലീൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. അത് ഹർഫുൽ ലീൻ മദ് ലീൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ മദ് പഠിക്കാനുള്ള. അപ്പോൾ അത് നമ്മൾ ഇപ്പം അവിടെ അങ്ങോട്ട് ഇതാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, മദ് ലാസിം മദ് ലീനുൽ ലാസിം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. ഓക്കെ, നമുക്കത് മദ് ലീൻ പിന്നീട് പഠിക്കാനുള്ളതാണ്. സിത്ത ഹർക്കാത്താണ്, അതായത് മദ് ലാസിം മദ് ലീൻ ആണെങ്കിലും 6 ഹർക്കത്ത് സമയം. ഓക്കെ, ഇതിൽ മദ് ലാസിമിൽ വരുന്നത് കൊണ്ട് അതിനും സിത്ത ഹർക്കാത്ത് തന്നെയാണ്. പക്ഷെ അത് മദ് ലീനാണെന്ന് പറയുന്ന ചില അഭിപ്രായങ്ങൾ, മദ് ലീനാണ് എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അതിനെ വേറാക്കി എഴുതിയിട്ടുള്ളത്. ഓക്കെ, മദ് ലീൻ നമ്മൾ രണ്ടും സിത്ത ഹർക്കാത്ത്. ഓക്കെ, അലിഫ് ലാം മീം ഇതെങ്ങനെയാണ് മദ് ലാസിം ആവുന്നത്, അല്ലെങ്കിൽ മദ് ലാസിം ഹർഫി മുസക്കൽ മുഖഫഫ് എങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അത് അറിയാൻ നമ്മൾ ചെയ്യുന്ന ഒരു മാർഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ആ ആയത്തൊന്ന് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തോളൂ. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. ഓക്കെ, നോക്കൂ നിങ്ങൾ, അലിഫ് ലാം മീം ആണ്. അലിഫ് ലാം മീമിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം എന്താക്കി അലിഫ് ലാം മീമിനെ മുറിച്ചില്ലേ, അലിഫ് വേറാക്കി, ലാമിനെ വേറാക്കി, മീമിനെ വേറാക്കി. അപ്പോൾ അലിഫ് തന്നെ, അത് എന്താ ചെയ്യേണ്ട ആവശ്യമില്ല, മദ്ദില്ല, ലാ യുമദ്ദാണ്. അലിഫ് ലാ യുമദ്. ഇനി ലാമും മീമും തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആയിപ്പോവും. ലാമ് എന്ന് പറയുമ്പോൾ ലാമ് മീമിന് എന്താ സംഭവിക്കുന്നത്? മീമിൻ്റെ ഹർക്കത്ത് എന്താണ്? ശരിക്കും ഹർക്കത്തില്ല, സുക്കൂനാണ് അല്ലേ? ലാമ് എന്ന് പറയുമ്പോൾ സുക്കൂനാണ് അല്ലേ? പിന്നീട് ആരാ വരുന്നത്? മീമല്ലേ വരുന്നത്? ലാമ് എന്ന സുക്കൂനുള്ള മീമിന് ശേഷം പിന്നെ ആരാണ്? കസ്റുള്ള മീമാണ് വരുന്നത് അല്ലേ? അപ്പം ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ആവുന്നില്ലേന്ന്. അലിഫ് ലാ സുക്കൂനുള്ള മീമ് ശേഷം അടുത്ത മീമിന് ഷദ് വന്നോ? ഇദ്ഗാം സംഭവിച്ചു അല്ലേ? അപ്പോ ഇവിടെ മദ് ലാസിം സംഭവിക്കാൻ കാരണം എന്താണ്? സുക്കൂനാണോ ഷദ്ദാണോ? സുക്കൂനാണോ ഷദ്ദാണോ? എല്ലാരും കൺഫ്യൂഷൻ ഇല്ലാണ്ട് പറയുന്നു. ഷദ് കാരണമാണോ? അതെ, സുക്കൂനാണ് ഒരാൾ പറയുന്നുണ്ട്, സുക്കൂന് വന്നതുകൊണ്ടാണ് പറയുന്നത്, ഷദ് വന്നുകൊണ്ട് പറഞ്ഞു. ഒരാൾക്ക് എല്ലാരും അഭിപ്രായം പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാം. ലാമ് കഴിഞ്ഞിട്ട് ലാമ് മീമ് സുക്കൂനാണ് വന്നത്. ലാമ് എന്ന് പറയുമ്പോൾ സുക്കൂന്. ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ പറയണ്ട. ഇവിടെ മദ് ലാസിം സംഭവിക്കും. ലാമ് മദ് ലാസിം സംഭവിക്കാൻ ലാമിന് നമ്മൾ നീട്ടുണ്ടോ? അലിഫ് ലാം എന്ന് പറഞ്ഞ് നീട്ടുണ്ടല്ലോ. ആ ലാമിന് മദ് ലാസിം സംഭവിക്കാൻ കാരണം സുക്കൂനാണോ ഷദ്ദോ ആണോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. അതിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. വേറെ ഓക്കെ, എല്ലാരും സുക്കൂനിലാണ് എത്തിയത്. ലാം എന്ന് പറഞ്ഞിടത്ത് ഞാൻ അതൊന്നും മീമിന്റെ മേലെ ഷദ്ദയല്ലേ? ഓക്കെ, എന്റെ ചോദ്യം സിമ്പിൾ ആണ്. ലാമിന് മദ് ലാസിം ആവാൻ കാരണം സുക്കൂനാണോ ഷദ്ദാണോ എന്ന് മാത്രമേ എന്റെ ചോദ്യമുള്ളൂ. അതിൽ നിങ്ങൾ ഉത്തരം സുക്കൂനാണ് സുക്കൂൻ എന്ന് പറയാം, ഷദ്ദാണ് ഷദ്ദ എന്ന് പറയാം. ഓക്കെ, ഷംനാദ് ഖാൻ ഷദ്ദ എന്ന് പറഞ്ഞു, സുക്കൂന് പറഞ്ഞു. ഓക്കെ, ലാമ് എന്ന് പറയുമ്പോൾ മീമിന് സുക്കൂനാണ്. ഓക്കെ, പറഞ്ഞോളൂ, എല്ലാവർക്കും പറയാം അഭിപ്രായം. ഇപ്പൊ രണ്ടാളെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഒരാള് ഷദ്ദ് പറഞ്ഞു, ഒരാള് സുക്കൂന് പറഞ്ഞു. ഞാൻ സുക്കൂന്. ഓക്കെ, സുക്കൂനാണെങ്കിലും നിങ്ങള് അങ്ങനെ ഇതിലെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോണ്ട. ചോദിച്ചതിന്റെ ഉത്തരം സുക്കൂനാണോ ഷദ്ദാണോ എന്ന് മാത്രം പറഞ്ഞു. വേറെ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് കടക്കാം, അങ്ങോട്ട് കടക്കാം. സുക്കൂനാണ് അല്ലേ? സുക്കൂനാണ് കാരണം അല്ലേ? ലാമ് സുക്കൂനാണ് കാരണം. ഷദ്ദ് പറഞ്ഞ ആരൊക്കെ ഉണ്ടായിരുന്നു?
അടുത്ത വാക്കിലാ ഷംനാദ് ക ശബ്ദ ഷംനാദ് പറഞ്ഞത്. ക ഞാൻ ശ്രദ്ധ പറഞ്ഞു. ശ്രദ്ധ പറഞ്ഞു ഷംനാദ് ക ഷംനാദ് ക ഓക്കെ ഓക്കെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇനി പേര് പറഞ്ഞേരി. ഷംനാദ് ക ശ്രദ്ധ ഷംനാദ് ക ഞാൻ പറഞ്ഞു ഓക്കെ ഉസ്താദ് എന്താണ് അഷിക അഷിക ഓജസ്. എന്തുകൊണ്ടാണ് ഷദ് വരാൻ കാരണം ഷദ് കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയാൻ കാരണം എന്താ? ഷംനാദ് ക പറയും. ഞാൻ ആ മീമിന്റെ മേലെ ശ്രദ്ധ കണ്ടോണ്ട് പറഞ്ഞ. അപ്പൊ ലാമ് എന്നുള്ള മീമ് അത് അയവയ്ക്ക് ശേഷം വരണ്ടേ? അതല്ല ഇദ്ഗാമ് അവിടെ സംഭവിച്ചില്ലേ? അതാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇങ്ങനെ എത്രയോ വട്ടം പറഞ്ഞു. ലാമ് എന്നുള്ള മീമ് സുക്കൂന് ശേഷം അടുത്ത മീമ് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? ഇവിടെ അലിഫ് ലാം എന്നുള്ള ആ മീമ് അടുത്ത മീമിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഞാൻ മീം കൊടുത്തിട്ടുണ്ടെങ്കിലും മീം അടുത്ത മീമിലേക്ക് പോയിട്ട് അവിടെ എന്ത് സംഭവിച്ചത്? അലിഫ് ലാ പിന്നെ മറ്റേ മീമില്ല. ലാമ് എന്നുള്ള മീമ് പോയി, പകരം അടുത്ത മീമാണുള്ളത്. അപ്പൊ അവിടെ ഷദ്ദാണ് കാരണം, സുക്കൂനല്ല. ഷംനാദ് ക പറഞ്ഞതാ, ഷംനാദ് ക ഷദ് കണ്ട് പറഞ്ഞതാണെങ്കിലും സത്യം ഷദ്ദാണ് കാരണം. ഞാൻ ശ്രദ്ധ കണ്ട് പറഞ്ഞല്ല, ഈ അടുത്ത മീമിലേക്ക് കൂടി ചേർന്നുകൊണ്ട് ശ്രദ്ധ പറഞ്ഞതാണ്. അങ്ങനെ വരുമ്പോ കട്ടിയുള്ള മീമ വരുമല്ലോ. അലിഫിന് ശേഷം അതാണ് പറയേണ്ടത്. അതാണ് അങ്ങനെ പറയേണ്ടതാണ്. നിങ്ങളത് പറഞ്ഞില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു. ഇപ്പൊ നോക്കൂതാ. അപ്പൊ ഇങ്ങനായി അലിഫ് ലാം പിന്നെ മീമ് കളഞ്ഞു. മീമ് കളയാൻ കാരണം എന്താണ്? സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ലയിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ മീമ് കളഞ്ഞില്ലേ, പോയില്ലേ, പൂർണ്ണമായിട്ടില്ല. മദ് ലാസിം കലിമി അല്ല, മദ് മുത്തസിൽ പിന്നെന്താണ് കിട്ടുന്നില്ല. കാമിലാണോ അല്ലെങ്കിൽ നാക്കിസാണോ? അല്ല, കാമിലാണോ നാക്കിസാണോ? സോറി, അതെല്ലാം ചോദിച്ചേ. ഇദ്ഗാം കാമിലാകുമ്പോ ആ മീമ് കംപ്ലീറ്റ് അടുത്ത മീമിലേക്ക് പോയി അല്ലേ? അപ്പൊ ലാമ് പിന്നെ മദ് ലാസിം ആവാൻ കാരണം ആരാണ്? അടുത്ത മീമിന്റെ ഷദ്ദാണ്. അപ്പൊ അവിടെ ആ മദ് എന്ത് മദ്ദാണ്? അപ്പൊ ലാമ് ലാസിം മുസക്കലാണ്. നിങ്ങൾക്ക് ഇപ്പൊ സംഭവം ഏകദേശം മനസ്സിലായോ? ഇനി രണ്ടാമത്തെ മീം എന്താണ്? രണ്ടാമത്തെ മീം എന്ത് മീമാണ്? മീമ്. അപ്പൊ അതെന്തായിരിക്കും? മദ് ലാസിം അത് സുക്കൂനാണ് കാരണം. വേറെ ശേഷം വേറെ ആരും വരാനില്ല. സുക്കൂന മീമ് സുക്കൂനാണ്. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? ഈ ലാമ് അലിഫ് ലാമിനെ നമ്മൾ മുറിച്ചപ്പോ സമയത്ത് ലാമ് എന്ന് പറഞ്ഞ മീമിന് ഒരു സുക്കൂൻ ഉണ്ടായിരുന്നു. പിറ്റത്തെ വാക്കിന്റെ മീമിന്റെ തുടക്കത്തിൽ മീമാണ്. അപ്പോൾ ഈ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തു. അപ്പൊ ലാം എന്നുള്ള പിന്നെ ലാമ് ഈ മദ് സംഭവിക്കുന്ന ഹർഫി, മദ് ലാസിം പിന്നെ ഹർഫി മുസക്കൽ ആവാൻ കാരണം എന്താണ്? അടുത്ത മീമിന് ഷദ് വന്നതുകൊണ്ടാണ് അത് മദ് ലാസിമായത്. ലാമ് മദ് ലാസിമായത് കാരണം മീമിന്റെ ഷദ്ദാണ്, അല്ലാണ്ട് മീമിന്റെ സുക്കൂനല്ല. ഈ മീമിനെ ഇദ്ഗാം ചെയ്തത് കൊണ്ട് ഇത് വന്നു. അതുകൊണ്ടാണ് അവിടെ മണിക്കണം എന്നുകൂടി പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് അലിഫ് ലാം പിന്നെ ക്ലിയർ ആയോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ലാം മദ് ലാസിം ഹർഫി മുസക്കൽ സിത്ത ഹർക്കാത്ത്, ഇങ്ങനെയാണ് പറയുക. അലിഫ് ലാ യുമദ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ലാം മദ് ലാസിം, അല്ലാണ്ട് നമ്മൾ ഫത്ഹ കസ്റ ഒന്നും ഇതിൽ പറയുന്നില്ല. ഹർഫിൽ പറയുന്ന സമയത്ത് ഹർഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാം മദ് ലാസിം അയക്കുന്ന ഹർഫിയാണ്. ലാം മദ് ലാസിം ഹർഫിയാണ്. അത് മുസക്കലാണ്. മുസക്കലാവാൻ കാരണം എന്താണ്? ഷദ്ദയാണ് കാരണം. അതുകൊണ്ടാണ് സിത്ത ഹർക്കാത്ത്. ഇപ്പൊ രണ്ടാമത്തേതോ മീം എന്താ പറയാ? മീം മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത്. പിടുത്തം കിട്ടീനോ? എവിടക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഷംനാദ് കാക്ക് മനസ്സിലാക്കി. ഉത്തരം കറക്റ്റ് പറഞ്ഞു. ഷംനാദ് കാക്ക് മനസ്സിലാക്കണം. ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ഒന്നുകൂടി പറയേണ്ടി വരും. സിമ്പിളാണ്. അലിഫ് ലാം മീം ഇതിനെ നമ്മൾ മുറിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ എല്ലാം, അതായത്
മദ് ലാസിം ഈ ഒരു ഉസ്താദെ ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ. നമ്മള് മീം സാക്കീനന്റെ ഇഹ്ഫാവും ഇദ്ഗാമും പറഞ്ഞപ്പോഴേ നമ്മൾ ഈ കാമിൽ നാക്കീസ് എന്നുള്ളത് വേർഡ് നമ്മൾ അന്ന് ഉപയോഗിക്കാൻ എന്തുകൊണ്ടാ? നൂനിലാണ് നമ്മൾ അത് നൂനിലാണ് അത് എന്തുള്ളത് ഇതായിട്ട് പറയുന്നത്. കാരണം നമ്മള് യർമലൂനയിലെ യൻബൂനാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യംനൂന്. അതെ അതെ, അതിലാണ് അപ്പൊ നമ്മൾ ഷദ്ദിന്റെ ഒരു വിഷയമൊക്കെ നൂനു സാക്കിനയിലാണ് വരുന്നത് പൂർണ്ണമായിട്ട്. പക്ഷെ നമുക്ക് ഇവിടെയും കാമിലിന് പറയാം, പറയുന്ന കാമിൽ തന്നെയാണ് അത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഇനി വേറൊരു സാധനം കൂടി പഠിക്കാണ്ട്. ഈ മീമുസ ഇദ്ഗാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക് തന്നെ വരാണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച നൂനു സാക്കിന തൻവീന്റെ ഇദ്ഗാമാണ് പഠിച്ചത്. ഇനി അക്ഷരങ്ങൾ തമ്മിലുള്ള ഒരു ഇദ്ഗാം വേറെ വരാനുണ്ട്. അപ്പൊ ഇത് കാമിലായിട്ടാണ് വരിക. ഇവിടെ വേറൊരു റൂള് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി വേറെ ഒന്നുണ്ട്, ഇദ്ഗാം മുത്തമാസിലേനി മുത്തക്കാരിബേനി മുത്തജാനിസൈനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വേറൊരു ഇദ്ഗാം നമുക്ക് പഠിക്കാണ്ട് ഒരു ടോപ്പിക് തന്നെ. അപ്പൊ അത് വരുമ്പോ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ. ഇദ്ഗാം ഇതിലും വരുന്നുണ്ട്, മീം സാക്കിന നൂന് സാക്കിന, പിന്നെ ഇദ്ഗാമായിട്ട് തന്നെ വേറെ പഠിക്കാനുണ്ട് ഒരു ടോപ്പിക് ആയിട്ട്. ഓക്കെ, ഇത് ക്ലിയർ ആയിക്കണോ? ഇത് ക്ലിയർ ആയിക്കണോ നമുക്ക് അടുത്തയിലേക്ക് പോകാൻ പറ്റും. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ അല്ലെ? ഇതിലേ രണ്ടും ഹർഫി തന്നെയാണല്ലോ അല്ലെ? രണ്ടും ഹർഫി തന്നെയാണ്. ഹർഫില ഇത് ഇനിയിപ്പോ നമ്മൾ പഠിക്കുന്ന കംപ്ലീറ്റ് ഹർഫിയാണ്. ഇനി പഠിക്കുന്ന ഇത് കംപ്ലീറ്റ്, അതായത് ഹുറൂഫുൽ മുഖത്തഅ ഒരു അതിൽ സംഭവിക്കുന്ന പിന്നെ മദ്ദാണ് ഈ ഒരു അലിഫ്ലാമി ആയാലും ഒക്കെ. അപ്പോൾ ഈ ടൈപ്പിൽ വരുന്ന അലിഫ്ലാമി പോലെ അല്ല, അലിഫ്ലാം റാ ഹാമീം ആയാലും സ്വാദായാലും നൂനായാലും കാഫായാലും കാഫായാലും സ്വാദായാലും ഒക്കെ എന്താണ്? മദ് ലാസിം ഹർഫിയാണ്. മറ്റേത് കലിമി എന്ന് പറയുമ്പോൾ വാക്കിലാണ്, വാക്കിൽ സംഭവിക്കുന്നതാണ് കലിമ്, ഹർഫിൽ സംഭവിക്കുന്നത് ഹർഫിയും. രണ്ടും രണ്ടെണ്ണായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയിക്കണമെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. തെഹജി പറയുമ്പോ ഇങ്ങനെയാണ്. ഈ മോള് എഴുതിയ വൈറ്റൊക്കെ കൊണ്ട് ഒഴിവാക്കിക്കാളാ. അലിഫ് ലാ യുമദ് ട്ടോ, ലാ യുമദ് എന്നാണ് അലിഫ്. പിന്നെ അതുകൊണ്ട് അത് ഇവിടെ സ്പെഷ്യലായിട്ട് എഴുതുന്നില്ല. അലിഫ് ലാ യുമദ്. പിന്നെ ലാമിൻ്റെത് ലാമ് മദ് ലാസിം സംഭവിക്കാൻ കാരണം എന്താണ്? അടുത്ത മീമിന്റെ ഷദ്ദ ആയതുകൊണ്ട് അത് ലാം മദ് ലാസിം ഹർഫി മുസക്കൽ എന്ന് പറയുന്നു. മുസക്കൽ എന്ന് വരാൻ കാരണം അടുത്ത മീമിന്റെ ഷദ്ദാണ് ലാമ് എന്ത് സംഭവിക്കാൻ കാരണം? മദ് ലാസിം ആവാൻ കാരണം. മീമ് എന്ന് പറയുന്ന മീമിന്റെ അവസാനത്തെ മീമിന് സുക്കൂൻ ആയതുകൊണ്ട് എന്താണ്? ഹർഫി മുഖഫഫാണ്, സിത്ത ഹർക്കാത്താണ്. സിമ്പിളാണ് സംഭവം. ക്ലിയർ? എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിനെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എന്തായിരിക്കും? എങ്ങനെയാ പിരിച്ചെഴുതുക? ഇത് ഈ ആയത്തൊന്ന് പാരായണം ചെയ്ത് ഒന്ന് കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആയത്തൊന്ന് പാരായണം ചെയ്തോളൂ ആരെങ്കിലും. പിരിമുറുക്കൊക്കെ പോട്ടെ. ആരാ പാരായണം ചെയ്യുന്നത്? ഹഫ്സത്താ, എന്താണ് അങ്ങനെ പാരായണം ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഹൈ തൊഹർ 5 അക്ഷരങ്ങൾ മദ് തൊബിയാണ്. അപ്പൊ ഹൈയില് ഹ വന്നു. അപ്പൊ അവിടെ ഹ രണ്ടേ പാടുള്ളൂ, തൊബിയാണ്. ഹ പിന്നെ മീം സിത്ത ഹർക്കാത്ത്. വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഇനി ഒന്ന് പിരിച്ചെഴുതി വെക്കാം, എന്താ സംഭവിക്കാന്ന് അല്ലേ? പിരിച്ചെഴുതി എങ്ങനെ വരും? ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഈ ഹൈ തൊഹർ 5 അക്ഷരങ്ങൾ ഹ ത ഹ യ റ. ഈ ഹൈ തൊഹർ ഈ 5 അക്ഷരങ്ങൾ തൊബിയായിട്ടുള്ളതാണ്. 2 ദീർഘേ വരുള്ളൂ. അതെങ്ങനെയാ വരികയെന്ന് വെച്ചാൽ ഹ അല്ലെങ്കിൽ ത ഹ യ അങ്ങനെ വരുള്ളൂ. അല്ലാണ്ട് ആ ഹർഫിന് മൊത്തത്തിൽ ഇപ്പം നമ്മൾ മീമിന് എഴുതിയതുപോലെ ഹ എന്ന് എഴുതുന്നില്ല. അപ്പോൾ ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്
ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്ത് എഴുതി കൊടുത്തതല്ല, ഓതി കൊടുത്തതാണ്, ഓതി കേൾപ്പിച്ചതാണ്. അപ്പോൾ അത് ഓതുന്ന സമയത്ത് അതിൻ്റെ ഓത്ത് ശൈലി ഇങ്ങനെ ആയിരുന്നു, ഹ എന്നായിരുന്നു. അല്ലാണ്ട് നമ്മൾ മീം എഴുതിയത് പോലെയല്ല. എന്ത് ഹ പറഞ്ഞു, ഹ എന്ന് പറഞ്ഞില്ല. ഹ യ പ ഹ അത്രമാത്രം. അതായത് ഫത്ഹ അലിഫ് മദ്ദിൽ നിന്നിട്ടുണ്ട്, മുഴുവൻ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ 5 ഹർഫുകൾ 2 ദീർഘം കൊടുത്തിട്ടും മീം എന്ന് പറയുമ്പോൾ മീം കസ്ര യാമത് പിന്നെ മീമിന് സുക്കൂന്. അപ്പോൾ അതെന്താണ് മദ് ലാസിം. എന്ത് മദ് ലാസിമാണ് വരിക? ഹ പറയുന്നതാണ് മദ് തൊബി ഹർഫി ഹർക്കത്താൻ എന്നാണ് പറയുക കേട്ടോ. ഹ മദ് തൊബി ഹർഫി ഹർക്കത്താൻ, ഹർഫിലുള്ള ഹ ആണ് എന്ന് പറയാണ്. മദ് തൊബി ആയിട്ടുള്ള മദ്ദാണ്. അത് ഏയിലാണ് സംഭവിക്കുന്നത്? ഹർഫിലാണ് സംഭവിക്കുന്നത്, ഹർക്കത്താനാണ്. മനസ്സിലായില്ലേ? ആകെ എല്ലാവരും എവിടെ ഒത്തിക്കും തോന്നുന്നു. ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? എന്തോ ഒരു മന്ദാവസ്ഥ ഉണ്ട്. എവിടേക്കോ ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമാക്കണ്ട. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇവിടെ ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നേരിട്ട് ചോദിക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പിരിച്ചെഴുതുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ പാരായണം ചെയ്യണമെന്ന്. ഹ എന്നുള്ളത് 2, ഹ മദ് തൊബി ഹർഫി ഹർക്കത്താൻ ഹ. പിന്നെ മീമിൻ്റെത് എന്താ വരിക? അത് നിങ്ങൾ പറയൂ. മീം എന്താ വരിക? മുസക്കലാണോ മുഖഫഫാണോ? അത് മദ് ലാസിം 6 ഹർക്കത്ത് തന്നെയാണ്. ഞാൻ ചോദിച്ചത് അത് മുസക്കലാണോ മുഖഫഫാണോ എന്നാണ്. വെരി ഗുഡ്. സംനാഥ് സാർ ഉഷാറായിട്ട് പറയുന്നുണ്ട്. അത് മുഫഖഫാണ്. കാരണം മീമിന് സുക്കൂനാണ് വരുന്നത്. മീം അപ്പോൾ സുക്കൂൻ ആയതുകൊണ്ട് അത് മുഖഫഫാണ്. മീം മദ് ലാസിം ഹർഫി മുഖഫഫ് 6 ഹർക്കാത്ത്. ഹമീം. ക്ലിയർ അല്ലേ? അടുത്ത ഇതിലേക്ക് പോവാം. ഇത് സിമ്പിളാണ്. ഇതാരാ ഒന്ന് പാരായണം ചെയ്യാം? ഞാൻ പാരായണം ചെയ്യട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരം ഉണ്ടായിക്കോട്ടെ. ഓതിക്കോളി, ബാക്കി ഓതിക്കോളി. വൽഖുർആനിൽ മജീദ് ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب. ഓക്കെ, ബറക്കല്ലാഹു ഫീ. ഇപ്പോൾ കാഫ് എന്നുള്ളത് സിമ്പിളാണ്. കാഫ് ഫിന് സുക്കൂനാണ് വന്ന്. അപ്പോൾ സിമ്പിളായിട്ട് എന്തായിരിക്കും അത്? കാഫ് മദ് ലാസിം ഹർഫി മുഖഫഫ് അല്ല മുസക്കൽ? മുഖഫഫാണ് മുസക്കലാണ്? മുഖഫഫാണ്. കാരണം സുക്കൂന് കാരണമാണ് അത് സംഭവിക്കുന്നത്. അലിഫ് മദ് ഖാ എന്നുള്ള കാഫ് അലിഫ് മദ് വന്നല്ലോ. അലിഫ് മദ് ഖാ, പിന്നെ ഫാന് സുക്കൂന് വന്നു. നമ്മൾ പഠിച്ചത് അങ്ങനെയാണല്ലോ. ഷദ് കാരണവും സുക്കൂന് കാരണമാണ് സംഭവിക്കുക. ഇവിടെ കാഫ് അപ്പോൾ ഫാന് സുക്കൂന് വന്നു. അതുകൊണ്ട് അത് മദ് ലാസിം ഹർഫിയായി മുഖഫഫാണ്. സുക്കൂനായതുകൊണ്ട് 6 ഹർക്കാത്ത്. ക്ലിയർ? അതാ പേരെന്നാ പഠിച്ചോനെ. ഇതിപ്പോൾ ആരാ ഓതുക? ഓതാത്ത ഒരാൾ ഓതി. ഇതുവരെ ഓതാത്ത കിട്ടുന്നുണ്ടോ നോക്കുക. ആരുല്ലേ? കുറേ ആൾക്കാർ പോയിക്കണെന്ന് തോന്നുന്നു. ഓതുന്നില്ലേ ആരും? കാഫ് ഹാ യാ ഐൻ സാദ് ذكر رحمة ربك عبده زكريا
إذ نادى ربه نداء خفيا. ഓക്കെ, കാഫ് ഹ യാ ഐൻ സ്വാദ്. നോക്കൂ നിങ്ങൾ, കാഫ് 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 അലിഫ് മദ് ഫാന് സുക്കൂന്, അത് എന്തായി മദ് ലാസിമ. ഹ യ എന്നുള്ളത് തൊബിയാണ്. ഹ യ. പിന്നെ ഐൻ എന്നുള്ള നൂനു സാക്കിൻ അല്ലേ, ഐൻ എന്നുള്ള നൂനു സാക്കിനക്ക് ശേഷം സ്വാദ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് വേണം? ഐൻ സ്വാദ് ഒക്കെ എന്താണ്? മുസക്കല മുഖഫഫോ? ഐന് സ്വാദൊക്കെ അയിന് ലീനല്ല. ലീൻ അവിടെ അയിന് ലീൻ ലീന്. നിങ്ങൾ അവിടെ വെക്കി, ലീനിനെ മാറ്റി വെക്കി. ഇപ്പൊ ലീൻ ഒഴിവാക്കിയിട്ട് മുഖഫഫാണ്. ഐൻ എന്ന് പറഞ്ഞിട്ട് സ്വാദിലേക്ക് പിന്നെ ഇഖ്ഫാ സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ മുസക്കലാവോ മുഖഫഫാവോ? നൂനു സാക്കിനൊക്കെ ശേഷം സ്വാദ് വന്നിട്ടുണ്ട്. സ്വാദ് വരുന്നതും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നൂനു സാക്കിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇഖ്ഫാ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താവും? അപ്പോഴും മുഖഫഫ് എന്നാണോ അല്ലെങ്കിൽ മുസക്കലാണോ? സുക്കൂന് വന്നാൽ മുഖഫഫുണ്ട്. അല്ല, സുക്കൂൻ ഐൻ എന്നുള്ള നൂനു സാക്കിനക്ക് ശേഷം സ്വാദ് വന്നതുകൊണ്ട് ഈ നൂനിനെ സ്വാദിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ് വന്നാൽ ഇഖ്ഫാ ബി ഉന്ന ഹർക്കത്തൈൻ പറയുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഐൻ മദ് ലാസിം മുസക്കൽ വല്ല മുഖഫഫ്? ചോദ്യം മുസക്കൽ. ഓക്കെ, അടുത്ത മുസക്കൽ. ശ്രദ്ധ കൊടുക്കണില്ലല്ലോ. മുഖഫഫാണ്, മുസക്കലാണ്, മുഖഫഫാണ്. ഞാൻ ചോദ്യം ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ വേറെ അതിൽ ചോദ്യം മുസക്കൽ പറയുന്നുണ്ട്, മുഖഫഫ് പറയുന്നുണ്ട്. മുഷക്കൽ പറയുന്നവരുണ്ട്, മുഖഫഫ് പറഞ്ഞു. അപ്പൊ രണ്ട് അഭിപ്രായം ഉള്ളവരുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. കാഫ് മദ് ലാസിം കാഫ് മദ് ലാസിം ഓക്കെ മുഖഫഫ് മുസക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. കാഫ് മദ് ലാസിം മുഖഫഫ് എന്നാണ്. കാഫ് മുഖഫഫാണ്, കാരണം സുക്കൂനാണ് കാരണം. ഇനി ഐനിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്. ഐൻ മദ് ലാസിം ലീൻ ഹർഫി, അവിടെയും മുഖഫഫ് തന്നെയാണ്. നേരത്തെ നഫീസത്താത്ത പറയാൻ ശ്രമിച്ചു, പക്ഷെ അവിടേക്ക് എത്തിയില്ല. ഐൻ എന്നുള്ള നൂനു സാക്കിനക്ക് ശേഷം ഇഖ്ഫാ ബി ഉന്നയാണ്, പക്ഷെ സ്വാദിന് ഷദ് വരുവോ? ഇഖ്ഫായിൽ ഷദ് വരാറുണ്ടോ? അവിടാണ്. അപ്പൊ ഷംനാദ് കാക്ക പറഞ്ഞ കറക്റ്റ് ആണ്. അവിടെ എന്തില്ല? അതിന് നൂനു സാക്കിന തന്നെയാണ്, കാരണം സീനിന് ഷദ് ഇല്ല. നമ്മൾ ഇഖ്ഫാ പഠിക്കുന്ന സമയത്ത് ഷദ് വന്നിട്ടില്ല. അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ആക്കാൻ ചോദിച്ചപ്പോൾ കുറെ ആൾക്കാർ മുസക്കലിലേക്ക് വന്നു, കുറെ ആൾ മുഖഫഫിൽ വന്നു. കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ, കാരണം നൂനു സാക്കിനക്ക് ശേഷം സ്വാദ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം അല്ല ഇഖ്ഫാ ആണ്. ഇഖ്ഫാ ബി ഉന്നയാണ്. ഇഖ്ഫാവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? പിന്നെ ഷദ് നൽകാണ്ട് ഉന്ന ചെയ്ത് പാരായണം ചെയ്യുക എന്നുള്ളത് പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷർത്തുകളിൽ പെട്ടതാണ് എന്ത്? ഷദ് ഉണ്ടാവില്ല എന്നുള്ളത്. ഓർക്കുന്നുണ്ടാവും, മറന്നു പോയിക്കണമെങ്കിലാണ് പ്രശ്നം വരിക. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഐൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു കേസ് ഞാൻ അതിൽ പറയാൻ വിചാരിക്കുന്നത്, ഐൻ മദ് ലാസിം. അവിടെ ഒരു കുഞ്ഞ് ലീന് കൊടുത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വേറെ ഐൻ എന്ന് പറഞ്ഞത് ലീൻ എന്ന് പറഞ്ഞ ഒരു മദ് നമ്മൾ പഠിക്കാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഈ ഒരു പിന്നെ മദ് പറയുന്ന സമയത്ത് മുഫസ്സിരീങ്ങൾ പറയുന്ന, ഇത് ഈ മുജവ്വദുകൾ തജ്വീദിൻ്റെ പണ്ഡിതന്മാർ അത് ലീനാണ് എന്ന് പറയുന്നുണ്ട്. ലീനിന് ഒരു കേസ് ഉണ്ട്. ലീന് മദ് എന്താണ്? ജായിസാണ്. 2, 4, 5 5 6 2, 4, 6 ഹർക്കത്ത് സമയം കൊടുത്ത് ഉച്ചരിക്കുന്ന മദ്ദിൻ്റെ ഒരു മദ്ദാണ് മദ് ലീൻ എന്ന് പറഞ്ഞ്. അത് സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പിന്നീട് എടുക്കും. അപ്പോൾ അങ്ങനെ പറയുന്ന കേസിൽ ഇവിടെ എന്താവും? ഇത് 6 ഹർക്കത്ത് എന്നുള്ളൊരു വിഷയം ഇവിടെ കട്ടായി പോകും ഐന് പറയുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് ചില ആളുകൾ ലീനുൽ ലാസിം എന്ന് പറയുന്നവരുണ്ട്, ലാസിമുൽ ലീൻ എന്ന് പറയുന്നവരുണ്ട്, ലീനുൽ ലാസിം ലീനാണ് പക്ഷേ ലാസിമാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പം അത് ഐൻ എന്ന് പറയുന്നത് ശരിക്കും മദ് ലീനിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലീൻ എന്ന് കൊടുത്താണ്. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഐൻ മദ്ദു ലാസിമുൽ ലീനോ അല്ലെങ്കിൽ ലീനുൽ ലാസിം എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ,
ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ സിത്ത ഹർക്കാത്ത് തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. ഓക്കെ, ഐൻ എന്ന് പറയുന്നത് മദ് ലീനിലേക്ക് പോയിട്ട് 2 ആക്കാനോ 4 ആക്കാനോ ഒന്നും അവകാശമില്ല. നമ്മൾ സിത്ത ഹർക്കാത്ത് തന്നെ വരണം. പക്ഷെ ചില ആളുകൾക്ക് അത് മദ് ലീനാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ നമ്മൾ അങ്ങനെ കൊടുത്തത് എന്ന് മാത്രം ഓർക്കുക. ഇവിടെ ഈ ഒരു കേസിൽ അത് ഐൻ എന്ന് പറയുന്നത് സിത്ത ഹർക്കാത്ത് തന്നെയാണ്. ക്ലിയർ? ഓക്കെ. ഓക്കെ, അപ്പോൾ അത് ലീൻ എന്താ മനസ്സിലായില്ല. ലീൻ എന്ന് പറഞ്ഞ ഒരു മദ് നമ്മൾ പഠിക്കാണ്ട്, മദ് ലീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും ലീൻ എന്താണെന്നുള്ളത്. പിന്നീട് പഠിക്കാനുള്ളതാണ്. അത് ഒരു ടോപ്പിക്കായിട്ട് തന്നെ വരാനുള്ളതാണ്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ആവും. അപ്പം അതിലേക്ക് നമ്മൾ പോകുന്നില്ല, അതുകൊണ്ട് അത് അവിടെ വെക്കാൻ പറഞ്ഞത്. ഒരു മദ്ദിൻ്റെ പേരാണ് ലീന് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നമുക്ക് പഠിക്കാനുള്ളൊരു മദ്ദാണ് ഈ മദ് ലാസിം പോലെ നമുക്ക് പഠിക്കാനുള്ളൊരു മദ്ദാണ് മദ് ലീൻ. ഓക്കെ, അത് കേൾക്കുമ്പോ ഒരു യാ കൊണ്ട് പഠിക്കാനുണ്ടല്ലേ. അതെ അതെ. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയാം, ഐൻ മദ് ലാസിമു ലീൻ അല്ലെങ്കിൽ ലീനുൽ ലാസിമെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അത് ഐനിൻ്റെത് മാത്രം കേട്ടോ, ഐനിൻ്റെത് മാത്രം അവിടെ ഒരു ലീന് കൊടുത്താൽ മതി. ഓക്കെ, എങ്കിലും അത് സിത്ത ഹറക്കാത്താണ്, മുഖഫഫ് സിത്ത ഹറക്കാത്താണ്. സ്വാദ് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, സ്വാദ് എന്ന് എന്തുണ്ട്, ദാല് കൽക്കലയിലാണ് വരുന്നത് അല്ലേ, സുക്കൂന് വരുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്തും കൂടി പറയണം, സ്വാദ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത് മഅൽ കൽക്കല എന്നും കൂടി പറയണം, കൽക്കലയോടുകൂടി എന്ന്. ഓക്കെ, അത് പാരായണത്തിൽ സ്വാദ് ദ് എന്ന് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ സ്വാദ് എന്ന് പറഞ്ഞു പോയാൽ പോരാ, സ്വാദ് എന്ന് വെക്കണം. മഅൽ കൽക്കലയാണ്, കൽക്കലയോടുകൂടി എന്നാണ്. ക്ലിയർ? പിന്നെ ഹാവും യാവും എന്താണ്, ഹ മദ് തൊബി ഹർഫി ഹർക്കത്താൻ, ഹ മദ് തൊബി ഹർഫി ഹർക്കത്താൻ, യ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഓക്കെ, ക്ലിയർ ആയിനോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായിക്കുന്നോ? നൂന്. ഓക്കെ, ഇതൊന്ന് പാരായണം ചെയ്തോളൂ, ചെറിയ ആയത്താണ്. والقلم وما يسطرون ما أنت بنعمة ربك بمجنون. ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. നോക്കൂ, ഇതെന്തായിരിക്കും, മുഖഫഫാണോ മുസ്തക്കലാണോ? മുഖഫഫാണ്, ഒരു സംശയം വേണ്ട. കാരണം നൂനിന് എന്താണ്, സുക്കൂനാണ്, നൂന്, അപ്പോൾ മുഖഫഫാണ്, സിത്ത ഹർക്കാത്ത്. ഓക്കെ, സ്വാദ് സെയിം തന്നെയാണ്. സ്വാദിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്, മാൽ കൽക്കല എന്നും കൂടി വരും. ദ് സ്വാദ് മാൽ കൽക്കല. ഓക്കെ, അലിഫ് ലാം റ ആണെങ്കിൽ അലിഫ് ലാം റ, അലിഫ് ലാം റ. ഇതിലെങ്ങനെ എന്തൊക്കെയാ വരിക, അലിഫ് ലായുമത്, ലാമോ, ലാം എന്താ തഹജി പറയൂ. ലാമ് സിത്ത ഹർക്കാത്ത് തന്നെയാണ്. അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ, സിത്ത ഹർക്കം, മദ് സിത്ത ഹർക്കാത്ത് തന്നെയാണ്, ലാസിം സിത്ത ഹർക്കാത്ത് തന്നെയാണ്. എങ്ങനെ ലാസിം ലാം മദ് ലാസിം ഹർഫി മുസക്കൽ മുഖഫഫ്, അതാണ് അറിയുന്നത്. മുഖഫഫ് സിത്ത ഹർക്കാത്ത്, മുഖഫഫ് സിത്ത ഹർക്കാത്ത്. ഓക്കെ, റാഓ തൊബി ഹർക്കത്ത്, മദ് തൊബി ഹർക്കത്ത്, റാ മദ് തൊബി ഹർഫി ഹർക്കത്താണ്. ഹർഫിൽ സംഭവിക്കുന്നത് കൊണ്ട് ഹർഫി ഹർക്കത്താൻ എന്ന് പറഞ്ഞു. റാ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഓക്കെ, ഇതാ കണ്ടോളൂ. അലിഫ് ലാം, ലാമിൻ്റെത് മാത്രമാണ് എന്ത് വരുന്നത്, മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത്. പിന്നെ റാഇൻ്റെത് എന്താണ് വരുന്നത്, മദ് തൊബി ഹർഫി ഹർക്കത്താൻ, റാ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഓക്കെ, അലിഫ് ലാം റാ ആണെങ്കിൽ ഇതെങ്ങനെ വരിക, ലാമിന് എന്താ സംഭവിക്കുന്നത്, മീമ് എന്താ സംഭവിക്കുന്നത്, അവിടെ നേരത്തെ പറഞ്ഞ പോലെ വരും. മീമിന് ശ്രദ്ധ വരും. മീമിന് ശ്രദ്ധ അല്ല ഞാൻ ചോദിച്ചില്ല, ലാമിന്റെ ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ മീമിലേക്ക് പോകുന്നത് എന്താ, ലാമ് മുസക്കലാണ്. ഓക്കെ, വെരി ഗുഡ്.
മീമോ മീം മുഹഫഫ് മുഖഫഫ് മീമ് റാ ഉണ്ട്. മുഖഫഫ് മീമ് റാ ഉണ്ട് കേട്ടോ. അപ്പൊ മുഖഫഫ് എന്നാണോ? ആയിക്കോട്ടെ, മുഖഫഫാണ്. ഓക്കെ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഏകദേശം തിരിഞ്ഞിട്ടുണ്ട്. ലാമ് അവിടെ എന്തായിട്ടുണ്ട്? ആ ലാം എന്നുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ഗാം ചെയ്തു. അപ്പോൾ അതെന്താണ്? ലാമ് മദ് ലാസിം ഹർഫി മുസക്കൽ തന്നെയാണ്. പിന്നെ മീമ് എന്താണ്? മദ് ലാസിം ഹർഫി മുഖഫഫാണ്. ഓക്കെ. റാ പിന്നെ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. അങ്ങനെയാണ് ഇതോ? ലാം 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 മീം ലാം അവിടെ എന്താണ്? ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ലാമ് കൺഫ്യൂഷൻ ലാമ് മുസക്കല് ലാം മുസക്കൽ മുസക്കൽ ഓക്കെ. അപ്പൊ മീമോ? മുഹഫഫ്. മീമ് മീമ് മുഖഫഫ് മീമിന് ശേഷം സ്വാദുണ്ടേ. മുഖഫഫാണ്. മുഖഫഫ് തന്നെയാണ്. എന്തോ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. മുഖഫഫ് തന്നെയാണ്. സിമ്പിളാണ്. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് ലാമും സീനിനും ശേഷം മീമു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലാമിന് ശേഷം മീമു വന്നാൽ ലാമ് എന്തായിട്ടുണ്ട്? മുസക്കലായി. അതേപോലെ സീനിന് ശേഷമാണെങ്കിൽ സീൻ എന്നുള്ള ശേഷമാണ് മീമു വരുന്നെങ്കിൽ സംഭവിക്കും. ബാക്കിയുള്ളതൊക്കെ മുഖഫഫാണ്. ഒരു പ്രശ്നവും. ലാമ് അവിടെ മീമ് ലാമ് മീമ് വരുന്ന സമയത്ത് അത് ലാം എന്താണ്? മദ് ലാസിം ഹർഫി മുസക്കലായി. പിന്നെ പിന്നെ മീമ് മുഖഫഫാണ്. സ്വാദ് മുഖഫഫാണ്. മാൽ കൽക്കലി ഉണ്ടാവും. ഓക്കെ. ലാം മദ് ലാസിം ഹർഫി മുസക്കൽ സിത്ത ഹർക്കാത്ത് ഒന്ന്. രണ്ടാമത്തേത് മീം മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത്. സ്വാദിൻ്റെത് സ്വാദ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത് മാൽ കൽക്കല. ക്ലിയർ? തോസീൻ. അപ്പൊ ദോ തോസീൻ മുസക്കലാവുന്ന രണ്ടാമത്തേത് ഏതാ പറഞ്ഞ? ലാമിനും സീനിനും ശേഷം. ലാമിനും സീനിനും ശേഷം. ഇതെങ്ങനെ? മുസക്കൽ और मुखफ़फ़ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. സീനോ? സീൻ മുഹഫഫ്. അങ്ങനെയാണ്. ഇതെന്താണ് സംഭവിക്കുക? ഇതൊന്ന് പറഞ്ഞിടി. ത്വാ എന്താണ്? സീൻ എന്താണ്? മീം എന്താണ്? പെട്ടെന്ന് പറയണം, സമയമില്ല. ആരോ മുഖഫഫ് പറയുന്നുണ്ട് മുസക്കൽ. അപ്പൊ രണ്ടാൾക്ക് രണ്ട് കൺഫ്യൂഷൻ വന്നല്ലോ. എന്താണത്? മീമിലോട്ട് ഇദ്ഗാമാവും. അതെ, മീമ് ഇദ്ഗാമാവും. അപ്പൊ അവിടെ ശബ്ദ വരും. അപ്പോ സീൻ എന്താണ്? മുസക്കലാണ്. മീമ് മുഖഫഫാണ്. കൺഫ്യൂഷൻ വന്നിട്ടില്ലല്ലോ. സീൻ മദ് ലാസിം ഹർഫി മുസക്കൽ. പിന്നെ മീം മദ് ലാസിം ഹർഫി മുഖഫഫ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ, സംശയം എന്തെങ്കിലും ലാസ്റ്റ് ഇതാണ്. സിമ്പിൾ ആണ്. മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഹ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ക്ലിയർ? അപ്പോൾ ഇന്ന് പറഞ്ഞ് ഇന്ന് യാസീന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സിമ്പിളാണ്, നിങ്ങൾക്കറിയാം. മദ് തൊബി ഹർഫി ഹർക്കത്താൻ. സീൻ മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് പറഞ്ഞതിൽ. ഒറ്റക്കൊന്ന് നോക്കണം, അപ്പോഴേ മനസ്സിലാവും. ഓക്കെ, നോക്കിക്കോളി. ഒരു മിനിറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം, ഇപ്പോൾ സമയം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചോളൂ. നിങ്ങൾക്കുള്ള വർക്ക് ശനിയാഴ്ച മുതൽ, അല്ല നാളെ മുതൽ, നാളെയും മറ്റന്നാളും ഞായറാഴ്ച ലീവ്, അങ്ങനെ തരാം. 5 വർക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അയക്കാനുള്ള ഒരു സാധനം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മറന്നു പോകരുത്. അലിഫ് ലാം മീം ഖുർആനിൽ ഏതൊക്കെ സൂറത്തിൻ്റെ തുടക്കത്തിലാണ് വരുന്നത്, പേജ് നമ്പറും സൂറത്തിൻ്റെ പേരും എഴുതിയിട്ട് ഒരു ചാർട്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരണം. അലിഫ് ലാം മീം ഹാമീം ഇങ്ങനെ നേരത്തെ ഇത് ഞാൻ ഇതിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തരുമല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി അലിഫ് ലാം മീം വരുന്നത് എത്ര എണ്ണം,
എന്നിട്ട് അത് ആദ്യം ഒന്ന് എവിടെയെങ്കിലും റഫായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്നായിട്ട് നിങ്ങൾ അലിഫ്ലാമീം സൂറത്തിൻ്റെ പേര് തരണം. അലിഫ്ലാമീം കുറേ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അലിഫ്ലാമീം ഹാമീം എന്ന് പറയുന്നത് കേട്ടോ. ബാക്കിയുള്ളത് കുറവാണ് വരുന്നത്. നൂനും സ്വാദും കാഫായൻ സ്വാദൊക്കെ ഒന്നേ ഉള്ളൂ. അപ്പം കൂടുതൽ വരുന്നതിനെ ഞാൻ നോട്ട് ചെയ്ത്, നിങ്ങൾക്ക് പരീക്ഷയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അതിന്ന് എനിക്ക് പേഴ്സണലായിട്ട് അയക്കുക. നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടോളൂ കേട്ടോ. ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കാണും, അപ്പോൾ അത് കോപ്പി അടിച്ചാലും. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് അയക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മെൻറ്റേഴ്സിന് പേഴ്സണലായിട്ട് അയക്കുക. അതേപോലെ നിങ്ങൾക്ക് വർക്ക് നാളെ മുതൽ നിങ്ങൾക്ക് വർക്ക് തരും ഇൻഷാ അല്ലാ. പഠിച്ചോന് പഠനമൊക്കെ എളുപ്പമാക്കി തരട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് പാരായണത്തിലും ജീവിതത്തിലൊക്കെ പുലർത്താനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമുക്ക് വേണ്ടപ്പെട്ട ഒരു അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും വീടുകളിലൊക്കെ കിടക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ എളുപ്പത്തിൽ ഷിഫ നൽകട്ടെ, കഷ്ഫും ഷിഫയും നൽകട്ടെ. അതേപോലെ പരിശുദ്ധ റമദാനാണ് വരുന്നത്. പിന്നെ നമ്മളിപ്പം പഠിച്ചതൊക്കെ അലിഫ്ലാമിയും യാസീനും കാഫായാൻ സ്വാദും താഹയും യാസീനൊക്കെ നമ്മൾ പണ്ട് എങ്ങനെയാണ് ഓതിയത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പം ഇനി നമ്മളെങ്ങനെ എന്നുള്ളതും ഇനി അടുത്ത റമദാനിന് ഖത്തം ചെയ്യുന്ന സമയത്ത് എങ്ങനെ എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് അപ്പം പാരായണമൊക്കെ ഒന്ന് സ്ലോ ആക്കുക, തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ പഠിച്ചത് നമ്മൾ ഇതിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുക. എല്ലാവരും കുറേ മാറ്റങ്ങളുണ്ട്. ഒന്നും കൂടി നമുക്ക് ഈ ഓൺലൈൻ ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് ഫേസ് ടു ഫേസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പിന്നെ നമ്മളെ എന്താ പറയുക നമുക്ക് ഒന്ന് സെറ്റാക്കാൻ കഴിയുമായിരുന്നു. എന്നാലും നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് ഇരിക്കണം ഒന്ന്, പിന്നെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ. പല സ്ഥലത്തുള്ള ആൾക്കാരാണ്, ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇരുന്നിങ്ങേറ്റൊന്ന് നമുക്കൊന്ന് ശരിയാക്കും വേണം. അതിനൊക്കെ പഠിച്ചോന്ന് തൗഫീക്ക് നൽകട്ടെ. അതേപോലെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുടെ ഇണതുണകൾ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധപ്പെട്ടവരൊക്കെ ഇന്ന് ബർസഖയായ ജീവിതത്തിലാണല്ലോ. അള്ളാഹു അവർക്ക് അവിടെ പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ, സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് ശാന്തിയും സമാധാനവും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എല്ലായിടത്തും പ്രയാസവും പ്രശ്നങ്ങളും സംഘർഷമൊക്കെയാണ്. പഠിച്ചോൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.